സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറളിന്റെ 73ാമത്തെ സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം മോഹൻദാസ് സാറുണ്ട്, അതുപോലെ മണികണ്ഠൻ സാറുണ്ട്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട്. സോ മണികണ്ഠൻ സാർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മണികണ്ഠൻ സാർ, യുവർ വെൽക്കം. അപ്പൊ ഇന്നത്തേത് അവൈ അഞ്ചാമൈ എന്ന് പറയുന്ന അധികാരമാണ്. അവൈ അഞ്ചാമൈ, അവൈ എന്ന് പറഞ്ഞാൽ സഭ. ആ സഭയിലെ നമ്മൾ എങ്ങനെയാണ് ഭയപ്പെടാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നുള്ള കാര്യങ്ങൾ സഭയെ കണ്ട ഉടനെ ഭയന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. നമുക്ക് അറിയാവുന്നുള്ള കാര്യങ്ങൾ എത്ര പേര് കൂടിയിരിക്കുന്ന സഭയായാലും അതിനെ ധൈര്യമായി പറയേണ്ട ഒരു കഴിവാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ കാര്യമെന്നാണ് തിരുവള്ളുവർ പറയുന്നത്. അതിൽ ആദ്യത്തെ പാട്ട് ഞാൻ പറയാം. വകை அறிந்து വല്ലവൈ വായ്ചോരാർ ചൊല്ലിൻ തുകை അറിந்த തൂയ്മയവർ എന്നുള്ളതാണ് ആദ്യത്തെ പാട്ട്. അധികാരം 73, ആദ്യത്തെ പാട്ട്. ഈ പാട്ട് ഇതില് വരുന്നില്ല. ഇപ്പൊ വന്നു. വകை அறிந்து വല്ലവൈ വായ്ചോരാർ ചൊല്ലിൻ തുകை അറിந்த തൂയ്മയവർ. അതിൽ ചൊല്ലിൻ, ആദ്യത്തെ ആ വരിയിലുള്ള ആ ചൊല്ലിൻ എന്നുള്ള ആ വാക്കും അവസാനത്തെ 4ാമത്തെ വാക്കായ ചൊല്ലിൻ, അതും 2ാമത്തെ വരി, അതും കൂടെ ആദ്യം എടുത്താൽ അത് അർത്ഥം കുറെ കൂടെ ഓർഡറായിട്ട് കിട്ടും. ചൊല്ലിൻ തുകை അറിந்த തൂയ്മയവർ വകை അറിந்து വല്ലവൈ വായ്ചോരാർ എന്നെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാവും. ചൊല്ലിൻ തുകை അറിந்த തൂയ്മയവർ. ചൊൽ എന്ന് പറഞ്ഞാൽ വാക്ക്. വാക്കിന്റെ തുകை, മൂല്യം അറിഞ്ഞ തൂയ്മയവർ, ഒരു വ്യക്തി. ഇപ്പൊ ഓരോ വാക്കിനും ഓരോ മൂല്യമുണ്ട്. വാക്കുകളെ നമ്മൾ സെലക്ട് ചെയ്ത് പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ വാക്കുകളുടെ മഹത്വം അറിഞ്ഞ ഒരു വ്യക്തി വകை അറിந்து വല്ലവൈ വായ്ചോരാർ, ഒരിക്കലും കൃത്യമല്ലാത്ത രീതിയിൽ പറഞ്ഞ് വായ് ചോരുകയില്ല. വായ് ചോരുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇങ്ങനെ വളവളാന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ സഭയെ അഭിമുഖീകരിക്കുന്നവൻ വളരെ തിട്ടമായി, ഭയപ്പെടാതെ വാക്കുകളുടെ സെലക്ഷൻ, എന്താണ് ഈ സഭയിൽ പറയേണ്ടതെന്ന് നന്നായി മനസ്സിലാക്കി ആ വാക്കുകൾ മാത്രം തിരഞ്ഞെടുത്ത് വായ് ചോരാതെ, മറ്റെന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് വായ് ചോരുക എന്ന് പറയുന്നത്. അതങ്ങനെ പറയാതെ നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നാണ്. വകை அறிந்து വല്ലവൈ വായ്ചോരാർ ചൊല്ലിൻ തുകை അറിந்த தூய்மையவர். ചൊല്ലിൻ, വാർത്തകളിൻ തുകை, മതിപ്പை അറിந்த അറിയக்கூடிய தூய்மையவர், நல்ல ஒரு மனிதர் அல்லது பேசக்கூடிய, சபையை பார்த்து பேசக்கூடிய ஒரு மனிதன். வகை அறிந்து, வார்த்தைகளின் மதிப்பை அறிந்து பேசி வல்லவை வாய் சோரார், வாய் சோர்ந்து போகாமல் அழகாக பேசுவார். அதாவது வார்த்தையின் மதிப்பை, ஒவ்வொரு வார்த்தையின் மதிப்பை நல்ல முறையில் உணர்ந்த ஒரு பேச்சாளர் வார்த்தையின் மதிப்பை நன்கு புரிந்து கொண்டு தேவையற்ற வார்த்தைகளையெல்லாம் நீக்கி தேவையான வார்த்தைகளை மட்டும் பேசி அங்கே சிறப்பாக விளங்குவான் என்பது அதனுடைய அர்த்தம். ഓക്കെ. അധ്യായം 73. കഴിഞ്ഞ അധ്യായത്തിൽ സദസ്സിനെ അറിഞ്ഞ് സംസാരിക്കുക
എന്നാണ് കണ്ടിരുന്നതെങ്കിൽ അതിന്റെ തുടർച്ചയായി അങ്ങനെ സംസാരിക്കുമ്പോൾ അവൈ അഞ്ചാമൈ സഭാകമ്പമില്ലാതെ സംസാരിക്കണം. ഇതാണ് അതിന്റെ വിഷയമായി വരുന്നത്. സ്റ്റേജ് ഫ്രൈറ്റ്. ഒരു ആമുഖം പോലെ നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെ ചിന്തിക്കാം: സംസാരത്തിന്റെ വിവിധ രീതികളിൽ പ്രാവീണ്യമുള്ളവർ ഏതൊരു സദസ്സിനും അനുയോജ്യമായ ശൈലി തിരഞ്ഞെടുക്കും. അവർ ഭയം മൂലം തളരില്ല. പണ്ഡിതരായ പ്രേക്ഷകരുടെ മുമ്പിൽ തങ്ങളുടെ പഠനങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നവർ പണ്ഡിതന്മാരിൽ ഏറ്റവും പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവരാണ്. യുദ്ധമുഖത്ത് ഭയമില്ലാതെ മരിക്കാൻ തയ്യാറായ ആളുകൾ കുറെ ഉണ്ട്. അതുപോലെ സദസ്സിനെ ഭയമില്ലാതെ അഭിസംബോധന ചെയ്യുന്നവരും ഒരു അപൂർവ ഇനമാണ്. പണ്ഡിതരുടെ മുമ്പിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ സദസ്സിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക. നിങ്ങളെക്കാൾ കൂടുതൽ പണ്ഡിതന്മാരിൽ നിന്ന് കൂടുതൽ ഉൾക്കൊള്ളുക. ഏത് പ്രേക്ഷകരുമായും നിർഭയമായി സംവാദം നടത്താൻ നിങ്ങൾക്ക് കഴിയും. അതിനായി ശരിയായ കൃതികൾ തിരഞ്ഞെടുത്ത് പരിമിതികൾ അറിഞ്ഞുകൊണ്ട് പഠിക്കുക. നല്ല വായന വേണം. അങ്ങനെ അറിവുണ്ടായി കഴിയുമ്പോൾ ആത്മവിശ്വാസവും ഉണ്ടാകുമെന്നാണ് ഒരു ചുരുക്കമായിട്ട് അതിനെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ പറയാവുന്നത്. ഇനി ഖുറൽ 721 മാത്രമായി ചിന്തിക്കുമ്പോൾ വകൈ അറിന്തു വല്ലവൈ വായ്ച്ചോരാർ ചൊല്ലിൻ தொகை അറിந்த തൂയ്മയ്യവർ സഭതൻ തരം കണ്ടു പിഴ ചൊല്ലിട ചൊല്ലിൻ പൊരുൾ കണ്ട സജ്ജനന്മാരും. വാക്കുകളുടെ മഹത്വം അറിയുന്ന നല്ല മനുഷ്യർ ആ കൂട്ടായ്മയുടെ മാന്യത എങ്ങനെയാണോ അതറിയുന്നത് പോലെ വ്യക്തമായ വാക്കുകൾ പൊളി കാര്യങ്ങൾ വളവളാ വാക്കുകൾ പറയില്ല. വാക്കിൽ സമർത്ഥരായുള്ളവർ സഭാമേന്മ കണക്കാക്കി യോഗ്യർ മുന്നിൽ അബദ്ധങ്ങൾ ഉരിയാടി ഇല്ലൊരിക്കലും എന്ന് കവിവാക്യം. ഓക്കെ. Thank you, sir. The Tirukkural is an esteemed classical Tamil work by the poet-philosopher Thiruvalluvar, offering profound guidance on virtue, wealth, and love. It is systematically divided into 133 chapters, each exploring a specific ethical or political theme through 10 couplets. Chapter 73, titled Avai Anjamai, Fearlessness in a Forum, is dedicated entirely to addressing the skill and courage needed for effective public speaking. This chapter treats the overcoming of stage fright as an essential virtue, arguing that true wisdom is useless if the possessor cannot articulate it clearly to an assembly. Thiruvalluvar elevates the mental fortitude required to speak confidently to a learned audience above mere physical courage. Quran 7:21 states, "Good men, knowing the greatness of words, won't say futile words as they know the dignity of the gathering." This verse highlights that truly wise and virtuous individuals understand the immense power and responsibility inherent in public discourse.
they deeply respect the dignity of the audience, the gathering, recognizing that the assembly's time and attention are valuable. Therefore, the speaker diligently avoids all useless or trivial remarks, ensuring every word spoken contributes meaningfully to the discussion. For example, a veteran judge addressing a courtroom will strictly adhere to the legal points and facts, consciously omitting irrelevant personal opinions or vague speculation that would undermine the seriousness of the proceeding. Thank you. അടുത്തത് 722 പറയാമല്ലോ. പറയാം. ஓ கற்றாருள் கற்றார் எனப்படுவர் கற்றார் முன் கற்ற செலச் சொல்லுவார். கற்றாருள் கற்றார் எனப்படுவர் கற்றார் മുൻ കറ്റ ചെലச் ചൊല്ലുവാർ. ഈ പാട്ടിലും ഒന്നാമത്തെ വരിയുടെ അവസാനത്തെ ആ കറ്റാർ മുൻ എന്നുള്ള 4ാമത്തെ വാക്കും രണ്ടാമത്തെ വരിയും കൂടെ ആദ്യമായി ഒന്നൊന്ന് എടുക്കണം. കറ്റാർ മുൻ കറ്റ ചെലച്ചൊല്ലുവാർ കറ്റാരുൾ കറ്റാർ എനപ്പെടുവർ. അങ്ങനെ എടുത്താൽ അത് അർത്ഥം കറക്റ്റായിട്ട് കിട്ടും. കറ്റാർ മുൻ കറ്റ ചെലച്ചൊല്ലുവാർ കറ്റാരുൾ കറ്റാർ എനപ്പെടുവർ. கற்றவர்கள் என்றால் படித்தவர்கள். படித்தவர்களுக்கு முன்பு கற்ற தான் படித்தவற்றை செல்லச் சொல்லுவார், செல்ல முயல்கின்றவர்கள், அதை சொல்ல முயற்சி செய்கின்றவர்கள் கற்றாருள் கற்றார் எனப்படுவர். படித்தவரில் படித்தவர்கள் மேதைகள் என்று சொல்லப்படுவார்கள். അതായത് കറ്റവരെന്ന് പറഞ്ഞാൽ പഠിച്ചവരുടെ മുമ്പ് സംസാരിക്കുമ്പോൾ അവരുടെ പാണ്ഡിത്യം വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്തുന്നവൻ ജ്ഞാനിയാണ്. പഠിച്ചവരുടെ മുമ്പ് തൻ്റെ പാണ്ഡിത്യം തെളിയിക്കുന്നവൻ ജ്ഞാനിയാണ്. കാരണം അവൻ്റെ മുമ്പ് ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും മഹാപണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർക്ക് മുമ്പ് തൻ്റെ പാണ്ഡിത്യം തെളിയിച്ചാൽ മാത്രമേ അവിടെ ആ പണ്ഡിതന്മാരുടെ ഇടയിൽ അവര് ഈ പറയുന്ന ആളിനെ അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ അംഗീകരിക്കണമെങ്കിൽ അത്രയ്ക്കും അറിവുള്ള ഒരാളായിരിക്കണം. മാത്രമല്ല നല്ല രീതിയിൽ അവരുടെ മുമ്പ് സഭാകമ്പമില്ലാതെ സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അങ്ങനെ ആയിരുന്നാൽ അവര് ഈ വ്യക്തിയെ അംഗീകരിക്കും. അപ്പോ മഹാപണ്ഡിതന്മാർക്കിടയിലെ ജ്ഞാനിയാവാൻ യോഗ്യത ഉള്ള ആൾ ആരെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പ് ധൈര്യമായിട്ട് നിന്ന് തൻ്റെ ആഴമായ അറിവ് പ്രകടിപ്പിക്കാൻ കഴിവുള്ളവനാണ്. കറ്റാർ മുൻ കറ്റ ചെലച്ചൊല്ലുവാർ கற்றாருள் கற்றார் எனப்படுவர். படித்தவர்களுக்கு முன்பு தான் படித்தவற்றை நல்ல முறையில் விளக்கி சொல்ல தெரியக்கூடியவர்கள். படித்தவர்களிடையே மேதை என்று அழைக்கப்படுவான். എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സാറാണോ? സാറേ ഞാനുണ്ട്. അതെ പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷം എല്ലാരെയും കണ്ടതില്. പിന്നെ എന്റെ അവസരം മോഹൻദാസ് സാർ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സാറേ ഒന്ന് പറഞ്ഞോട്ടെ. അധികാരം 73 ഭാഗം 2 കുറൾ 722. കറ്റാരുൾ കറ്റാർ எனப்படுவர்
കറ്റാർമുൻ കറ്റ ചെലച്ചൊല്ലുവാർ. ജ്ഞാനിക്കും ജ്ഞാനിയായി എണ്ണപ്പെടും വിദ്വൽ വേദിയിൽ സ്ഫുടമായി ചൊല്ലുവോർ. ഇവിടെ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ജ്ഞാനികളെ കുറിച്ചാണ് ഈ കുറളിൽ പറയുന്നത്. പണ്ഡിതൻ അഥവാ ജ്ഞാനി എന്ന വാക്കിന് അറിവുള്ളവൻ, ജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനം സിദ്ധിച്ച സന്യാസി, ജ്യോതിഷി തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞാൽ അറിവും വിവേകവും ഉള്ള വ്യക്തിയെയാണ് പണ്ഡിതൻ അല്ലെങ്കിൽ ജ്ഞാനി എന്ന് പറയുന്നത്. ഈ കുറളിൽ പറയുന്നത് പണ്ഡിതന്മാരുടെ വേദിയിൽ താൻ അറിയുന്ന വസ്തുതകൾ അവരുടെ മനസ്സിൽ ചെല്ലും വണ്ണം തെളിമയോടെ ആവിഷ്കരിക്കുന്നവർ ജ്ഞാനികളിൽ വെച്ച് നല്ല ജ്ഞാനിയായി പ്രകീർത്തിക്കപ്പെടും. അതായത് താൻ അഭ്യസിച്ചറിഞ്ഞ ജ്ഞാനം പണ്ഡിതന്മാരടങ്ങുന്ന വേദിയിൽ അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ലളിതമായും സ്ഫുടമായും ആവിഷ്കരിക്കാൻ കഴിയുന്നവനെ പണ്ഡിതരിൽ പണ്ഡിതൻ എന്ന നിലയ്ക്ക് ലോകം അംഗീകരിക്കുന്നു. പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ധാരാളം അറിവുള്ള വ്യക്തി. ഇന്ന് മനുഷ്യ സമൂഹത്തിൽ പണ്ഡിതർക്കും ജ്ഞാനികൾക്കും വലിയ ആദരവാണ് കാലാകാലങ്ങളായിട്ട് നൽകി വരുന്നത്. ഇക്കാരണത്താൽ പാണ്ഡിത്യം പലപ്പോഴും അഹങ്കാരത്തിന് കളമൊരുക്കാറുണ്ട്. വാസ്തവത്തിൽ ആരാണ് യഥാർത്ഥ പണ്ഡിതൻ അല്ലെങ്കിൽ ജ്ഞാനി? വാദോരാതെ തത്വശാസ്ത്രങ്ങൾ പ്രസംഗിക്കുന്നവരാണോ, അതോ സംസ്കൃതവും വ്യാകരണവും ഒക്കെ മനഃപ്പാഠമാക്കിയവരോ? ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കി അത് ജിജ്ഞാസുക്കൾക്ക് വിതരണം ചെയ്യുന്ന ഇക്കൂട്ടർ ഒരു ഗ്രന്ഥത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു മഹത് ഗ്രന്ഥത്തിന്റെ ഒരു രൂപം എന്ന് മാത്രമേ നമുക്ക് അത്തരക്കാരെ വിളിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവരിൽ നിന്നും പണ്ഡിതർ ഭിന്നരാണ്. ജീവിതമെന്ന പ്രതിഭാസത്തിന്റെ വ്യവഹാര തലവും പരമാർത്ഥ തലവും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് പണ്ഡിതർ. പണ്ഡിതനെന്ന് ബാഹ്യരൂപം കൊണ്ട് മനസ്സിലാക്കുക പ്രയാസമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരു പണ്ഡിതൻ മറ്റുള്ളവരെ താൻ പണ്ഡിതനെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രകടനവും നടത്തുകയില്ല. മാത്രമല്ല സമൂഹത്തിലുള്ളവരിൽ ഒരാളായി ജീവിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യും. അവരുടെ മനോഭാവത്തിലാണ് നമുക്ക് ഈ വ്യത്യാസം കാണാൻ കഴിയുന്നത്. കുറൾ 722 ജ്ഞാനിക്കും ജ്ഞാനിയായി എണ്ണപ്പെടും വിദ്വൽ വേദിയിൽ സ്ഫുടമായി ചൊല്ലുവോർ. വിദ്വാൻമാരുടെ മുൻപിൽ വിദ്യാമഹത്വം തെളിയിക്കുന്നവരുടെ വിദ്വാൻമാരിൽ വിദ്വാനെന്ന് പറയാം. താങ്ക് യു സർ. ഓവർ. Good evening to all. Tirukkural Part 2, Chapter 73, Purutpal, Stage Fright. Kattarul Kattar Enappaduvar, Kattarmun Katta Chelacholluvar. On proving might of his knowledge, a friend, scholars, is known as scholar of scholars. Kural 722 states, most learned among the learned is he whose learning the learned accepts, which means that a person who is truly wise is not just knowledgeable, but can also articulate their knowledge in a way that is convincing and accepted by other learned people. The explanation emphasizes that true wisdom is not just about acquiring knowledge, but also about the ability to present it effectively in a way that resonates with and is accepted by others who are considered experts in the field. Its explanation is, a person is considered truly learned among the learned only if they can impress the learned with the knowledge they have acquired. This couplet highlights the importance of not only knowledge but also the ability to convey it in a way that is persuasive and well acquired by others
who are also experts in the subject. Katarul Katar Enapaduar Katarmun Katar Chela Chelluar. Thank you, sir. Over. അടുത്തത് 723 കുറൾ. പകയകത്ത് ചാവാർ എളിയർ അരിയർ അവയകത്ത് അഞ്ചാതവർ. പകയകത്ത് ചാവാർ എളിയർ അരിയർ അവയകത്ത് അഞ്ചാതവർ. ഇവിടെ പകയകം അവയകം എന്നുള്ള ആ രണ്ട് വാക്കിനെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എളിയർ അരിയർ എന്നുള്ള രണ്ട് വാക്ക് ഒന്നോടും കുറച്ച് അങ്ങനെ ശകലം ഒരു മാറ്റമേ ഉള്ളൂ. ഏകദേശം കേൾക്കാൻ ഒരുപോലെ ഇരിക്കുന്ന വാക്കുകളാണ്, പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ട്. പകയകം അവയകം, എളിയർ അരിയർ, പിന്നെ ബാക്കി ഒരു 3 വാക്കേ ഉള്ളൂ. ശരി. പകയകത്ത് ചാവാർ എളിയർ. അതായത് പകയകം എന്ന് പറഞ്ഞാൽ യുദ്ധക്കളം. ആ യുദ്ധക്കളത്തില് ചാവുന്നവര് എളിയർ ഒരുപാട് പേരുണ്ട്. അത് കൂട്ടത്തിൽ ഇങ്ങനെ പോയി വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ധൈര്യം കാണിക്കുന്നവര് ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. പക്ഷേ അരിയർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. ആരാണ്? അഭയകത്ത് അഞ്ചാതവർ. അഭയകം എന്ന് പറഞ്ഞ സഭ. ആ സഭയില് 10 പേര് എങ്കിലും ഉള്ള ആ സഭയിലെ ധൈര്യമായിട്ട് അഞ്ചാതവർ, അഞ്ചുതൽ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക, ഭയപ്പെടാതെ നിന്ന് സംസാരിക്കാൻ കഴിവുള്ളവർ ഈ ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്. കൂട്ടത്തോടെ ഗോവിന്ദ ഇടാൻ പറഞ്ഞാൽ എല്ലാവരും പോയി ഗോവിന്ദ ഗോവിന്ദ എന്ന് പാടി, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ കൂട്ടത്തോടെ നിന്ന് എല്ലാവരും അങ്ങ് കൈയും കാലമൊക്കെ അനക്കി ഡാൻസ് കളിക്കും. പക്ഷേ 10 പേരെങ്കിലും ഉള്ള സഭയിൽ സംസാരിക്കാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് നിന്ന് സംസാരിക്കാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ എല്ലാ കലകളെക്കാട്ടിലും ഈ സംസാരിക്കുക എന്നുള്ള കലയാണ് വളരെ പ്രധാനം. അതിൽ കഴിവുള്ളവർ ഈ ലോകത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു ആശയം. പകയകത്ത് ചാവാർ എളിയർ അരിയർ അവയകത്ത് അഞ്ചാതവർ. இந்த உலகத்தில் போர்க்களத்தில் வாளை ஏந்திக்கொண்டு போரிட்டு சாகக்கூடியவர்கள் ஏராளம் பேர் உண்டு. ஆனால் சிலர் அல்லது பலர் இருக்கக்கூடிய அந்த சபையில் சென்று பயப்படாமல் பேசி தான் விரும்பிய தன்னுடைய மனதில் உள்ள கருத்தை சொல்லி விளக்கக்கூடியவர்கள் மிகவும் குறைவு ஆவார்கள். ஓர் ഓവർ കഴിഞ്ഞു. മോഹൻദാസ് സാറേ അഡ്മിറ്റ് ചെയ്യും. ഇന്ന് ഒന്നുകൂടി എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാറ്റ്ബി പെരുന്നാറിന്റെ 1701 ദിവസമാണ്. നല്ലൊരു സംഖ്യയാണ്. സാധാരണ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. തിരുക്കുറൾ 73 അധ്യായം സഭ കമ്പമില്ലായ്മ. ഇവിടെയുള്ള എല്ലാവർക്കും അതിനുള്ള അർഹതയുണ്ട്. ആർക്കും സഭകമ്പമില്ല. അതിന് വഴിയൊരുക്കിയത് നമ്മുടെ സാബുസാറ് തന്നെയാണ്. എല്ലാ ദിവസവും ഇവിടെ മീറ്റിങ്ങിൽ വന്നിരുന്ന് ഈ കളത്തിൽ നിന്ന് പോരാടി എല്ലാവർക്കും ഭയം എന്നുള്ള ചിന്താഗതിയെ ഇല്ല. ഒരു മിനിറ്റ്, ഫാൻ ഓഫ് ചെയ്ത ഒരു മിനിറ്റ്. അതായത് നേരത്തെ മണികണ്ഠ സാർ പറഞ്ഞ പോലെ ഈ 7 വാക്കുകൾ തന്നെ അതിലെ ഉപമകൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പകയകത്ത് അവയകത്ത് എളിയർ അരിയർ, ആ വാക്കുകൊണ്ട് തന്നെ പറയാം. അതായത് ശത്രുക്കൾക്കിടയിൽ നിർഭയമായി കടന്നു ചെന്ന് പൊരുതി വീരമരണം വരിക്കുന്നവർ അനേകം. പക്ഷേ സഭാമധ്യത്തിൽ പണ്ഡിതന്മാർക്ക് നടുവിൽ നിർഭയമായി കടന്നു ചെന്ന് സ്വന്തം ആശയഗതികൾ നന്നായി പ്രകാശിപ്പിച്ച് വിജയം വരിക്കുന്നവർ വളരെ കുറച്ചു പേർ മാത്രം. അത്രയ്ക്ക് അവർക്ക് വാക്ചാതുര്യം ഉണ്ടായിരിക്കണം. മാത്രമല്ല ഉള്ളിൽ നിറകുടമായിരിക്കണം. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വാക്കുകൾ വരികയും അത്
പറഞ്ഞു പോവുകയും മറ്റുള്ള മനസ്സിന്റെ അത് അവർ ചെല്ലുന്നുള്ള വാക്കവിടെ പറയുന്നുണ്ട്. നേരത്തെ ഉള്ള കൂടുതൽ പറഞ്ഞു ചില എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചെന്ന് കയറുക എന്നാണ്. മറ്റുള്ള മനസ്സിന്റെ ഉള്ളിൽ ചെന്ന് കയറണം ആ വാക്കുകൾ. അത്രയ്ക്കും എന്താ പറയുക അർത്ഥവത്തതും പിന്നെ ആർജവും ഉള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതാണ് അരി നിരയിൽ അഞ്ചാതെ ചാവോർ പലർ. അരിനിര അത് യുദ്ധത്തിന്റെ നിരയിൽ ഉള്ളതിലാണ് അരിനിരയിൽ അഞ്ചാതെ ചാവോർ പലർ വിദ്യ സഭയിൽ അഞ്ചാത്തോർ ചിലരെ. അവിടെ സഭയിൽ അഞ്ചാതെ പേടിക്കാതെ ഭയമില്ലാതെ ധൈര്യത്തോടെ വീറോടെ വാശിയോടെ സംസാരിക്കാനുള്ളവർ വളരെ ചുരുക്കം പേരെ കാണുന്നുള്ളത്. യുദ്ധതലത്തിൽ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് നിർഭയമായി കടന്നു ചെല്ലുവാനും പൊരുതി വീരമരണം വരിക്കുവാനും കഴിയുന്നവർ പലരും ഉണ്ടാവാം. എന്നാൽ പ്രഗത്ഭരായ പണ്ഡിതൻ അടങ്ങുന്ന സഭാമധ്യത്തിൽ ധീരമായി കടന്നു ചെല്ലാനും സ്വന്തം വാദഗതികൾ സ്ഫുടമായി ആവിഷ്കരിച്ച് വിജയം വരിക്കാനും കഴിയുന്നവർ വളരെ കുറച്ചു പേർ മാത്രം. പകയകത്ത് ചാവാർ എളിയർ, അരിയർ അവയകത്ത് അഞ്ചാതവർ. അരിനിരയിൽ അഞ്ചാത് ചാവോർ പലർ, വിദ്യ സഭയിൽ അഞ്ചാത്തോർ ചിലരെ. 4. Thank you, sir. Kural 723 states, many are ready to face certain death in battle or sacrifice, but few are those who possess the composure and courage to speak before an assembly. This couplet powerfully highlights that the fear of public speaking, dice or away, is often greater than the fear of physical harm. Thiruvalluvar observes that a soldier's willingness to engage in a potentially fatal combat is more common than a speaker's ability to stand confidently before a critical audience. The Kural emphasizes that mastering one's fear and articulating thoughts clearly in public is a rare and highly valued form of bravery and skill. It suggests that oratorical courage requires a distinct kind of mental fortitude, one that is not necessarily found even in those who demonstrate physical valor. A relevant historical context comes from the Sangam period, the era surrounding the likes of the esteemed poet Avvayar. Courts and assemblies were the main venues for poets, scholars, and employees to present petitions, recite works, or negotiate treaties before kings and rival scholars. Failing to articulate a point correctly to succumbing to stage fright in such a high stakes environment could lead not just to personal disgrace, but potentially to the misfortunes of a whole kingdom or the rejection of a vital text. This atmosphere required immense verbal skill and the specific mental readiness to withstand intense scrutiny, making the dais a more terrifying psychological challenge than facing an enemy. Over. Thank you, sir. അടുത്തதாக 724வது குறள். கற்றார் முன் கற்ற செலச்சொல்லி தாம் கற்ற மிக்க அருள் மிக்க கொளல். கற்றார் முன் கற்ற செலச்சொல்லி தாம் கற்ற மிக்க அருள் மிக்க கொளல். கற்றவர்கள் என்றால் படித்தவர்கள். கற்றார் முன் படித்தவர்களின் முன்பு கற்ற தான் கற்றவற்றை தான் படித்தவற்றை செலச்சொல்லி நல்ல முறையில் சொல்ல வேண்டும். தாம் கற்ற எந்த காரியமாக இருந்தாலும் எந்த கல்வியாக இருந்தாலும் தான் படித்தவற்றை மற்றவர்களுக்கு புரியக்கூடிய முறையில் பயப்படாமல் நின்று சொல்ல வேண்டும். அப்படி சொல்லுவதே
படித்தவனுக்கு அழகாகும். மிக்காருள் மிக்க குழல், அவனுடைய முன்பு இருக்கக்கூடியவர்கள் சிறந்த பண்டிதர்கள் என்பதை உணர வேண்டும். தான் மட்டுமல்ல, தான் யாரிடம் பேசிக்கொண்டிருக்கின்றானோ அவனும் பண்டிதம் என்பதை உணர்ந்து கொண்டு அவன் சொல்லக்கூடிய காரியங்களிலும் தனக்கு தெரியாத காரியங்கள் இருக்கும் என்பதை புரிந்து கொண்டு அதை ஏற்றுக்கொள்ள வேண்டும். അതായത് പഠിച്ച ആൾക്കാരുടെ മുമ്പ് ഒരു വ്യക്തി പോയി നിന്ന് സംസാരിക്കുമ്പോൾ ഭയപ്പെടാതെ താൻ പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. അത് മാത്രമല്ല, മിക്കാരിൽ മിക്കക്കുഴൽ, മിക്കാരുൾ എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതന്മാർ, തനിക്ക് മുമ്പേ ഇരിക്കുന്ന ആ പണ്ഡിതന്മാരിലും ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളവർ കാണും. തന്നെ പോലെയോ അല്ലെങ്കിൽ ചിലപ്പം താൻ ഒരു വിധത്തിൽ പണ്ഡിതനാണെങ്കിൽ അവൻ വേറൊരു വിധത്തിൽ പണ്ഡിതനായിരിക്കും. അപ്പൊ അവൻ പറയുന്ന ആ കാര്യങ്ങളും അവൻ സ്വീകരിക്കണം. അങ്ങനെ ഞാൻ തന്നെ എനിക്ക് തന്നെ എല്ലാം അറിയാം എന്ന് വിചാരിക്കരുത്. അത് കൊടുത്തു വാങ്ങണം, കൊടുക്കൽ വാങ്ങലാണ്. തനിക്കറിയാന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും കൊടുക്കണം, അവിടെ ഉള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇങ്ങോട്ടും എടുക്കണം. അവനാണ് ഒരു നല്ല പണ്ഡിതൻ, ഒരു നല്ല വാക്സാമർത്ഥ്യമുള്ളവൻ എന്ന് പറയുന്ന ലക്ഷണം അതാണ്. ഇനി വിദ്യാഭ്യാസമുള്ളവർക്ക് മുന്നിൽ പറഞ്ഞാൽ മാത്രമേ അവർ മാത്രമേ ഇവൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. ആ സഭ മനസ്സിലാക്കി, സഭ അറിഞ്ഞ് നമ്മൾ സംസാരിക്കണം. പഠിക്കാത്തവന്റെ മുമ്പ് പോയിരുന്ന് നമ്മൾ പഠിച്ച വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവനൊന്നും മനസ്സിലാവുകയില്ല, അവൻ നമ്മളെ ബഹുമാനിക്കുകയില്ല. അപ്പൊ ഇത് അതല്ല പറയുന്നത്. പഠിച്ചവരുടെ മുമ്പ്, വിദ്യാഭ്യാസമുള്ളവർ കറ്റാർമുൻ, കറ്റവരുടെ മുമ്പാണ്. കറ്റവറുകളിൽ മുൻപ് പഠിക്കുന്നവൻ താൻ കറ്റ കാര്യങ്ങളൊക്കെ, താൻ പഠിച്ച ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഭയപ്പെടാതെ പറഞ്ഞ് വിശദീകരിക്കുകയും വേണം. അവൻ പറയുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും വേണം. അതാണ് ഒരു നല്ല പ്രാസംഗികന്റെ ലക്ഷണം. കറ്റാർമുൻ കറ്റ ചെലച്ചൊല്ലി താം കറ്റ മിക്കാരുൾ മിക്കക്കുഴൽ, പഠിത്തവர்கள் முன்பு தான் படித்த காரியங்களை பயமில்லாமல் சிறப்பாக சொல்ல வேண்டும். அதுபோலவே அவர்களிடமிருந்து அவர்கள் பேசக்கூடிய കാര്യങ്ങളിലിருந்து நல்ல കാര്യങ്ങളെ താൻ ഏറ്റുകൊള്ളുതലും வேண்டும். அதுவே ஒரு சிறந்த சொற்பொழிவாளனின் கடமை ஆகும். ஓவர். குறள் 724. കറ്റാർമുൻ കറ്റ ചെലച്ചൊല്ലി താം കറ്റ മിക്കാരുൾ മിക്കക്കുളൻ, കറ്റதை കറ്റവർ മുമ്പിലായി ചൊല്ലിട്ടു പിന്നെ ഗ്രഹിക്കണമായവർ തൻ യുക്തി, തന്നറിവ് വിജ്ഞരോട് വിശദമായി ചൊന്നവരിൽ അധികമറിവ് നേടേണം. എന്ന് വെച്ചാല് താൻ പഠിച്ചതിനെ അറിവുള്ളവരുമായി പറഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ കൂടെ സ്വീകരിക്കണം. എത്ര തന്നെ അറിവ് നേടിയാലും അത് മതിയാകുന്നതല്ല. വിദ്വാൻമാരുമായി കൂട്ടുപിടിച്ച് അവരുടെ അറിവ് നാം നേടിയെടുക്കുക. തെറ്റു പഠിച്ചിരുന്നാൽ അതിനെ വച്ചു പുലർത്തരുത്, തെറ്റു പഠിച്ചാൽ വച്ചു പുലർത്തരുതെന്ന് സാരം. തെറ്റിനെ ഉപേക്ഷിക്കണം. പക്ഷേ അറിവില്ലാത്തവനുമായി സഹവസിക്കാൻ പാടില്ല. അറിവുള്ളവന്റെ മുന്നിൽ നാം പഠിച്ചതിനെ അവതരിപ്പിക്കുക. അങ്ങനെ വിദ്വാന്റെ അറിവ് കൂടെ നാം നേടിയെടുക്കും. താൻ പഠിച്ചതൊക്കെയും അഥവാ താൻ അറിഞ്ഞതൊക്കെയും അറിവുള്ളവരുമായി അഥവാ ജ്ഞാനികളോട് പറഞ്ഞ് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കണം. എല്ലാ കാര്യങ്ങളിലും ഒരു മികച്ചവനാകില്ല. അപ്പോൾ അതറിയുന്നവരെ സമീപിച്ച് അറിവ് സ്വായത്തമാക്കണം. താൻ നേടിയ അറിവിനെ വിജ്ഞാനികൾ സമ്മതിക്കത്തക്ക വിധത്തിൽ വാഗ്വിലാസത്തോടുകൂടി പറയുന്നവനാണ് ശ്രേഷ്ഠനായ വിജ്ഞാനി. ഒരു ശ്രേഷ്ഠനായ വിദ്വാൻ എന്നത് താൻ നേടിയ അറിവുകളെ ജ്ഞാനികൾ സമ്മതിക്കത്തക്ക വിധത്തിൽ വാക് സാമർത്ഥ്യത്തോടുകൂടി പറയും. പ്രയത്നത്തിലൂടെ ആണ് എല്ലാ ജ്ഞാനികളും മിടുക്കന്മാരായി തീരുന്നത്. നാം എത്രമാത്രം പ്രയത്നിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് അറിവ് നേടാൻ സാധിക്കും. അതുകൊണ്ട് അറിവുള്ളവരുമായി നാം സമ്പർക്കം പുലർത്തി അവരുടെ അറിവ് കൂടെ നാം ആർജിച്ചെടുക്കുക. അങ്ങനെ വിദ്വാൻമാരായി വളരാൻ സാധിക്കും എന്നാണ് പറയുന്നത്.
കറ്റാർ മുൻ കറ്റ ഒരു ചെല വാക്കുകൂടി മതി. ചൊല്ലിത്താം കറ്റ മിക്കാരുൾ മിക്കക്കുളൻ. താങ്ക് യു. കുരൽ ഒരു കാര്യം ഒരു 724. കാര്യം പറഞ്ഞോട്ടെ കാരണം ഒരു മിനിറ്റ്. ഈ മലയാളത്തിലെ രണ്ടാമത്തെ കുറളിൽ വന്ന കറ്റാറുൾ കറ്റാർ എനപ്പെടുവർ കറ്റാർ മുൻ കറ്റ ചില ചൊല്ല്, ആ നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെ വാക്കുകളാണ് കവി ഈ കുറളിൽ ആദ്യമായിട്ട് എടുത്ത് പ്രയോഗിക്കുന്നത്. രണ്ടിൽ വന്ന അവസാനത്തെ 4 വാക്കുകൾ ഇത് ഇവിടുത്തെ ആദ്യത്തെ വാക്കുകളായിട്ട് എടുത്തത്. അപ്പൊ ഒരേ കുറൾ തന്നെ ആ വാക്കുകൾ തന്നെ കവി വീണ്ടും സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പറയുന്നുണ്ട്. കറ്റാമൂർ കറ്റ ശിലച്ചൊല്ലി, ഇത് തന്നെയാണ് ആ രണ്ടാമത്തെ കുറളിൽ വന്നിട്ടുണ്ട്. അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇടപെട്ടുന്നേ ഉള്ളൂ. ഓക്കെ സർ. ഓക്കെ. കുരൽ 724. കറ്റാർ മുൻ കറ്റ ചില ചൊല്ലി താം കറ്റാമിക്കാരുൾ മിക്ക കൊളൽ. One must communicate knowledge gathered with the educated and acquire knowledge from those who are more educated. Tirukural 724, which belongs to the section of learning, states that to attain greatness, one must be a master of the arts and sciences. According to the years, a person who has learned thoroughly will have their fame spread everywhere, like the moon which is visible in all parts of the world. This couplet emphasizes that extensive knowledge is the key to a person's rise to prominence. This couplet highlights the value of continuous learning and the universal recognition that follows it. Thank you. Over, sir. அடுத்ததாக 725வது பாடல் அல்லது குறள். ஆற்றின் அளவு அறிந்து கற்க அவை அஞ்சா மாற்றம் கொடுத்தற் பொருட்டு. ஆற்றின் அளவு அறிந்து கற்க அவை அஞ்சா മാറ്റം കൊടുത്തർ പൊരുട്ട്. അതില് ഒന്നാമത്തെ വരിയിലുള്ള അവസാനത്തെ വാക്കും അവയഞ്ച എന്നുള്ള വാക്കും രണ്ടാമത്തെ വരിയും കൂടെ ആദ്യം എടുക്കുക. അവയഞ്ച മാറ്റം കൊടുത്തർ പൊരുട്ട് ആറ്റിൻ അളവ് അറിയുന്നത് കർക്ക എന്നെടുത്താൽ വളരെ എളുപ്പത്തില് അർത്ഥം നമുക്ക് മനസ്സിലാവും. അവയഞ്ച മാറ്റം കൊടുത്തർ പൊരുട്ട് ആറ്റിൻ അളവറിയുന്നത് കർക്ക. ഭയപ്പെടാതെ അവയഞ്ച, സഭയെ കണ്ട് അഞ്ചാതെ ഭയപ്പെടാതെ മാറ്റം കൊടുത്തർ പൊരുട്ട്. സഭയിലുള്ള ഇപ്പൊ നമ്മൾ ഒരു സഭയിൽ പോയി നിന്ന് സംസാരിക്കുമ്പോഴേ കേട്ടോണ്ടിരിക്കുന്നവൻ ഇങ്ങോട്ട് തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോ ഒന്നും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ മറുപടി പറയാൻ അറിഞ്ഞുകൂടാതെ ഇങ്ങനെ നിന്നാലോ അത് ഭയങ്കര നാണക്കേടല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രാസംഗികന് ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അവൻ സഭയിലുള്ളവര് കേൾക്കുന്ന ആ മറു ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി പറയണമെങ്കിൽ, മറുപടി പറയണമെങ്കിൽ അവന് ആവശ്യത്തിനുള്ള അറിവ് വേണം, ആഴത്തിലുള്ള അറിവ് വേണം. അതുകൊണ്ട് ആഴത്തിലുള്ള അറിവ് നേടിക്കൊണ്ട് മാത്രമേ അവൻ പ്രസംഗിക്കാൻ അവിടെ പോയി നിൽക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ കൂക്കുവിളി കേൾക്കേണ്ടി വരും. അത് മനസ്സിലാക്കി വളരെ ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ പോയാൽ മാത്രമേ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, നമ്മളെ പണ്ഡിതനെന്ന് അവര് സമ്മതിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആരോ വന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് പോയി എന്നുള്ള രീതിയിൽ നമ്മളെ നാണം കിടത്തും. അപ്പോ അവയഞ്ച മാറ്റം കൊടുത്തർ പൊരുട്ട്, സഭയെ കണ്ട് ഭയപ്പെടാമൽ. അവ അഞ്ച, സഭയെ കണ്ട് അഞ്ചാമൽ ഭയപ്പെടാമൽ. മാറ്റം മറുപടി அல்லது பதில் கொடுத்தற் பொருட்டு கொடுப்பதற்காக ஆற்றின் அளவறிந்து கற்க. ஆற்றின் அளவறிந்து தேவைக்கு ஏற்ற முறையில் நமக்கு எவ்வளவு அறிவு தேவையோ அந்த அளவிற்கு ஆழமாக கற்க படிக்க வேண்டும். ஆற்றின் அளவறிந்து கற்க
அவை அஞ்சா மாற்றம் கொடுத்தற் பொருட்டு. சபையை கண்டு பயப்படாமல் சபையில் உள்ளவர்கள் கேள்வி கேட்கக்கூடிய நேரத்தில் மிகச் சிறப்பான முறையில் பதில் சொல்வதற்காக தேவைக்கு ஏற்ற முறையில் எவ்வளவு அவனுக்கு தேவை இருக்கிறதோ அந்த அளவுக்கு ஆழமாக அறிந்து படிக்க வேண்டும் அல்லது படித்துக்கொண்டு பேசுவதற்கு போக வேண்டும். அவனே ஒரு நல்ல சொற்பொழிவாளன் ஆவான். அவனே எல்லோராலும் மதிக்கப்படுவான் அல்லது மற்றவர்கள் அவனை இகழ்வார்கள். போவான். താങ്ക് യു സർ. അധികാരം 73 ഭാഗം 2 രാജാംഗം. കുറൾ 725. ആറ്റിൻ അളവറിന്തു കർക്ക അവൈ അഞ്ചാം മാറ്റം കൊടുത്തർ പൊരുട്ടു. ശാസ്ത്രങ്ങൾ അളവിൽ പഠിക്കുക, സഭാകമ്പം ഏൽക്കാതെ ഉത്തരം നൽകാൻ. നമ്മുടെ ഈ മലയാളത്തിലെ ഈ വരികളിൽ തന്നെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ഒരു കാര്യമാണ്, എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ വിശദമാക്കൂ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അറിയാമോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. ഏതൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞു തന്നെ വേണം സംസാരിക്കാനെന്ന് സാരം. സഭയില്, ഒരു രാജസഭയില് നിർഭയമായിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് പ്രത്യുത്തരം നൽകാൻ വേണ്ടി സിദ്ധി മാർഗങ്ങളെ അല്ലെങ്കിൽ ലക്ഷണ ഗ്രന്ഥങ്ങളുടെ സഹായത്താലും മറ്റും നല്ലപോലെ അറിവ് അഭ്യസിച്ചതിന് ശേഷം വേണം ഇത്തരം സഭകളിൽ എത്തേണ്ടത് എന്ന് സാരം. സഭയിലിരിക്കുന്ന ജനങ്ങൾ നിസ്സാരക്കാരല്ല. അവരാണെങ്കിലോ വിദ്വജ്ജനങ്ങളാണ്, വിദ്വാൻമാരായിട്ടുള്ള ജനങ്ങളാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷ മന്നനോ അദ്ദേഹത്തിന്റെ സദസ്യരോ ഇങ്ങോട്ട് സംശയങ്ങൾ ചോദിക്കാം, കടുത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കാം, ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അതിനൊക്കെ സഭാകമ്പമില്ലാതെ ധൈര്യമായി ധീരമായി ഉത്തരങ്ങളും വിശദീകരണങ്ങളും നൽകേണ്ടതുണ്ട്. അതിന് വേണ്ട വിധത്തില് തർക്ക, ശാസ്ത്ര, തത്വ, വ്യാകരണാദി ഗ്രന്ഥങ്ങൾ നന്നായി പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് തിരുവള്ളുവർ നമ്മുടെ ഭാഷയുമായിട്ട് അല്ലെങ്കിൽ അറിവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ കുറളിലൂടെ പറഞ്ഞിരുന്നത്. അപ്പം മറ്റൊരു കാര്യം നമ്മൾ നോക്കാനുള്ളത്, അന്നത്തെ പോലെ തന്നെ ഇന്നും ഈ സഭയിൽ ഇരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ ഒരു പഠനം നടത്തേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. നമ്മുടെ നിയമസഭയിലായിക്കോട്ടെ, രാജ്യസഭയിലായിക്കോട്ടെ, ലോകസഭ, അതിന്റെ ലൈവ് നമ്മൾ TV കാണുമ്പോൾ പലപ്പോഴും അടിയന്തര പ്രമേയം പോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ വകുപ്പ് തല മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സ് അതിന് ഒരു കറക്റ്റ് മറുപടി പറയാൻ പറ്റാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട്. എന്നിട്ടത് പിന്നെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസത്തെ ഇടവേള പറഞ്ഞ് മാറ്റിവെക്കാറാണ് കാണാറുള്ളത്. അപ്പോൾ ഇത്തരം ആളുകൾ ശരിക്കും ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നവര് രാഷ്ട്രമീമാംസ അല്ലെങ്കിൽ പൊളിറ്റിക്സ് നന്നായിട്ട് അറിഞ്ഞ് ആ ശാസ്ത്രം നന്നായി പഠിച്ചു വരികയാണെങ്കിൽ അവർക്ക് സഭാകമ്പം ഏൽക്കാതെ ഉത്തരം നൽകാൻ കഴിയുമെന്ന് ഈ കുറളിലൂടെ തിരുവള്ളുവർ അന്നേ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. കുറൾ 725. ആറ്റിൻ അളവ് അറിന്തു കർക്ക അവൈ അഞ്ചാം മാറ്റം കൊടുത്തർ പൊരുട്ടു. ശാസ്ത്രങ്ങൾ അളവിൽ പഠിക്കുക, സഭാകമ്പമേൽക്കാതെ ഉത്തരം പറയാൻ. അതായത് സഭയിൽ പതറാതെ ഉത്തരം നൽകാൻ തക്ക വിധം അഭ്യസിക്കേണ്ടവ അഭ്യസിച്ച് അറിഞ്ഞിരിക്കുക തന്നെ വേണം. താങ്ക് യു സർ. കുറൾ 725. ആറ്റിൻ അളവ് അറിന്തു കർക്ക അവൈ അഞ്ചാ മാറ്റം കൊടുത്തർ പൊരുട്ടു. Things to be studied must be practiced so as to answer questions raised in the meeting. Tirukural 725 is in the chapter of learning, and its meaning is that the learning of the learned is not true learning. What is true learning is learning how to act virtuously and to avoid committing evil deeds. The meaning can also be understood as true learning is the ability to learn how to live
a virtuous life and not how to harm others. It's also explained that the parent rejoices more than when the child was born to see him living a virtuous life and avoiding evil acts. ആറ്റിൻ അളവു അറിന്തു കർക്ക അവൈ അഞ്ച മാറ്റം കൊടുത്തർ പൊരുട്ടു. താങ്ക് യു സാർ. ഓവർ. അടുത്തதாக 726வது குறள். வாளொடு என் வன்கண்ணர் அல்லார்க்கு நூலொடு என் நுண் அவை அஞ்சுபவர்க்கு. வாளொடு என் வன்கண்ணர் அல்லார்க்கு நூலொடு என் நுண் அவை அஞ்சுபவர்க்கு. இரண்டு கேள்விகளை கேட்டு திருவள்ளுவர் ஒரு அருமையான கருத்தை இங்கே விளக்குகின்றார். വാള്, ഒരു വാൾ, നമ്മൾ യുദ്ധക്കളത്തില് വാളെടുക്കുകയാണ്. ആ വാളെടുക്കാൻ ധൈര്യം ഉള്ളവൻ മാത്രമേ വാളെടുക്കാവൂ. വാള് എടുക്കുന്നവന് ധൈര്യമില്ലെങ്കിലോ ആ വാള് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. വാൾ എടുക്കും മുമ്പേ അവൻ കൈവറച്ച് അവൻ തന്നെ വീഴും, അല്ലെങ്കിൽ വാള് അവനെ തന്നെ വെട്ടിക്കൊല്ലും. അതെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവന്റെ പുറത്ത് തന്നെ വന്ന് വീഴും. അതുപോലെ തന്നെ അപ്പോ ഭീരുക്കൾക്ക് വാളുമായിട്ട് ഒരു ബന്ധവുമില്ല. വാളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. കാരണം വാളുണ്ടെങ്കിലും ഒരു പ്രയോജനവും അവന് ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നൂലൊടുകൻ, നൂലെന്ന് പറഞ്ഞാൽ പുസ്തകം. ഇവിടെ സാധാരണ പുസ്തകമല്ല, വളരെ അറിവ് തരുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ആ നൂൽ, ആ പുസ്തകത്തിനോട് നുൺ അവൈ അഞ്ചുപവർക്ക്, വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട അവൈ, ആ സഭയെ കണ്ട് ഭയപ്പെടുന്നവർക്ക് ആ പുസ്തകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. ഭീരുക്കൾക്ക് വാളുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. അതുപോലെ സഭാഭയമുള്ളവർക്ക് ശാസ്ത്രഗ്രന്ഥങ്ങളുമായി ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. വാളുകൊണ്ട് ഭീരുവിന് എങ്ങനെ പ്രയോജനം ഇല്ലയോ അതുപോലെ ശാസ്ത്രഗ്രന്ഥങ്ങൾ കൊണ്ട് ഈ സഭയിൽ സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക് അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അപ്പോ നല്ല രീതിയിൽ സഭാ ഭയം ഇല്ലാതെ സംസാരിക്കണമെങ്കിൽ അവൻ നന്നായി പഠിച്ചുകൊണ്ട് വേണം പോവാൻ. അവനുള്ള യോഗ്യത അതാണ്. ഇല്ലെങ്കിൽ ഭീരു കയ്യില് വാളെടുത്തതുപോലെ ഇരിക്കും. ഭീരു കയ്യിൽ വാളെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഒരു ഉപയോഗവും ഇല്ല. കയ്യിൽ വാളെടുക്കുന്നതിന് മുമ്പ് വിറച്ച് അവൻ തന്നെ വീണ് ചിലപ്പോൾ മരിച്ചാലും മരിക്കും. അപ്പൊ വാളോട് എൻ എന്ന് അത് ചോദ്യം ചോദിക്കുകയാണ്. എന്ത് വാളുകൊണ്ട് എന്ത് ഉപയോഗമാണ്? എന്ന് പറഞ്ഞ ഇവിടെ എന്തുകൊണ്ട് ഒരു ചോദ്യമാണ്. വൻകിണർ ഭീരുക്കൾ, വലിമയില്ലാത്തവർ, ശക്തിയില്ലാത്തവർ. അതുപോലെ നൂലോട് എൻ നുണ്ണവൈ അഞ്ചുപവർക്ക്. നൂൽ, പുസ്തകം കൊണ്ട് എന്താണ് ഉപയോഗം? സഭയെ കണ്ട് ഭയപ്പെടുന്നവർക്ക്. വാളോട് എൻ വൻകണ്ണർ അല്ലാർക്ക് നൂലോട് എൻ നുൺ അവൈ അഞ്ചുപവർക്ക്. വാളിനാൽ കോഴകളുക്ക് എന്ന പയൻ. വാളിനാൽ കോഴകളുക്ക് എന്ന പയൻ. അതുപോലെ നൂലറിവ് ഇല്ലാത്തവർക്ക് സഭയിൽ പേസக்கூடியவர்களுக்கு நூலறிவு இல்லாவிட்டால் ஒரு பயனும் இல்லை. வாளினால் கோழைக்கு எந்த பயனும் இல்லை என்பது போல சபையை கண்டு சபையில் தேவையான அளவிற்கு அறிவை பெற்றுக்கொண்டு பேச முயலாதவனுக்கு அந்த நூலினாலும் ஒரு பயனும் இல்லை. எனவே நல்ல நூல்களை ஆழமாக படித்துவிட்டு மட்டும்தான் ஒருவன் சபையில் பேச போக வேண்டும்.
ഓവർ. കുറൾ 726. വാളടു എൻ വൻ കണ്ണർ അല്ലാർക്കു നൂലടു എൻ നുൺ അവൈ 5 പവർക്കും. വാളോട് അധീരന്മാർക്കെന്തു ബന്ധം സഭയിൽ ഭീതരാവോർക്കെന്ത് ഗ്രന്ഥം. വാളോട് അധീരർക്കെന്തു ബന്ധം സഭയിൽ ഭീരുവായോർക്ക് ഗ്രന്ഥവുമായിട്ട് എന്ത് ബന്ധം. ഇവിടെ തിരുവള്ളുവർ പറയുന്നത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ വാൾ കയ്യിലുണ്ട്, പക്ഷെ ധൈര്യമില്ല. അങ്ങനെയുള്ള ആൾ എന്തിനാണ് ഈ വാളുമായി പോകുന്നത്? അവിടെ നേരത്തെ സാറ് പറഞ്ഞ ഒരു കാര്യം വെച്ചുകൊണ്ട് വാളെടുത്തവൻ വാളാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. അവിടെ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. അയാൾക്കുണ്ടാകുന്ന നാശം വാൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ധൈര്യമില്ലാത്തവനാണ് ആ പഴഞ്ചൊല്ല് ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ശൗര്യമില്ലാത്ത ഭീരുക്കൾക്ക് ധൈര്യമില്ലാത്ത ഭീരുക്കൾക്ക് വാളുമായി എന്താണ് ബന്ധമുള്ളത്? ബുദ്ധിമാന്മാരുടെ സഭയിൽ സഭാകമ്പം കൊണ്ട് വിവശരായി പോകുന്നവർക്ക് ഗ്രന്ഥങ്ങളുമായി എന്തു ബന്ധം? ധൈര്യമില്ലാത്ത ഭീരുക്കൾ ഈ വാളുമായി എന്തു ബന്ധമാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് അതെടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്നില്ല, അതിനുള്ള ധൈര്യമില്ല. അതുപോലെ തന്നെയാണ് സഭാകമ്പം ഉള്ളവരുടെ കാര്യവും. ഉത്തമ ഗ്രന്ഥങ്ങൾ അവർക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. അവർ ധാരാളം പഠിച്ചിട്ടുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അവയൊന്നും തന്നെ പ്രയോജനപ്രദമല്ലെങ്കിൽ, ആവശ്യമായ സ്ഥലത്ത് അത് പ്രയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പഠനം കൊണ്ട് എന്താണ് പ്രയോജനമെന്നാണ് തിരുവള്ളുവർ ചോദിക്കുന്നത്. പഠിച്ചുണ്ടാക്കിയ അറിവ് വിദഗ്ധമായി പ്രയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യം? ചിലരുണ്ട് പണം ശേഖരിച്ചു വെക്കും. ഇവിടെ അറിവും അതുപോലെ ഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവും ഒക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാവുന്നത് പണം ശേഖരിച്ചു വെക്കുന്നു, ധാരാളം സമ്പാദിച്ചു കൂട്ടാറുണ്ട്. പക്ഷെ അവർ നല്ല രീതിയിൽ ഭക്ഷണമോ വസ്ത്രമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരുടെ കയ്യിൽ എന്തിനാണ് പണം? അതുപോലെ തന്നെയാണ് അറിവ് ധാരാളമുള്ള ചിലരുണ്ട്, പക്ഷെ അത് ആർക്കും തന്നെ പകർന്നു കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള അറിവ് അയാൾക്കുള്ളത് കൊണ്ട് സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രയോജനം എന്ന് തിരുവള്ളുവർ ഈ കുറളിലൂടെ ചോദിക്കുകയാണ്. എന്തുപോലെ വാളോട് അധീരന്മാർക്ക് എന്തു ബന്ധം സഭയിൽ ഭീരുവാരോർക്ക് എന്ത് ഗ്രന്ഥം. ഓക്കെ സർ, ഓവർ. What connection cowards have with the sword? Similarly, what connection is those chaos gathering with the scriptures? പറഞ്ഞോളൂ സർ. പകയകത്ത് പേടി കൈ ഉൾവാൾ അവയകത്ത് അഞ്ചും അവൻ കറ്റ നൂൽ. പകയകത്ത് പേടി കൈ ഉൾവാൾ അവയകത്ത് അഞ്ചും അവൻ കറ്റ നൂൽ. പകയകം എന്ന് പറഞ്ഞാൽ യുദ്ധക്കളം തന്നെ, യുദ്ധക്കളം. പേടി എന്ന് പറഞ്ഞാൽ ആണത്വം ഇല്ലാത്തവൻ. ആണത്വം ഇല്ലാത്തവന്റെ കയ്യില് യുദ്ധക്കളത്തിൽ ഒരു വാള് കൊടുത്തു വിട്ടാൽ അവ അപ്പോഴേ തന്നെ വീണ് അവിടെ പേടിച്ച് വീണ് മരിക്കും. ആ വാള് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ധൈര്യമുള്ളവന്റെ കയ്യിൽ കൊടുത്താൽ വെട്ടെന്ന് പറഞ്ഞാൽ അവൻ വെട്ടി 2 തുണ്ടം ആക്കുകയുള്ളൂ, ഇല്ലാത്തവൻ അവിടെ വീണ് മരിക്കും. അതുപോലെ അവയഹത്ത് അഞ്ചും അവൻ കറ്റ നൂൽ. അവയഹം സഭയിലെ അഞ്ചുന്നവൻ, ഭയപ്പെടുന്നവൻ. അവൻ കറ്റ നൂൽ, അവൻ പഠിച്ച ആ നൂലറിവ് കൊണ്ട്, ആ ശാസ്ത്ര അറിവ് കൊണ്ട്, ശാസ്ത്ര പുസ്തകങ്ങൾ പഠിച്ച് നേടിയ അറിവ് കൊണ്ട് അവന് അതിലുള്ള കാര്യങ്ങൾ സഭയിൽ സംസാരിക്കാൻ അറിഞ്ഞൂടാ എങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല.
ഒരു ഉപയോഗവുമില്ല. അപ്പോൾ ഒരു മനുഷ്യൻ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറ്റുള്ളവർക്ക് വിവരിച്ച് പറയാനുള്ള ഒരു കഴിവ് വേണം. അതിനെയാണ് നമ്മൾ പ്രാസംഗിക കഴിവെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കഴിവില്ലെങ്കിൽ അവൻ പഠിച്ച പഠിത്തം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അത് അതുപോലെ ആയിപ്പോവും. ആണത്വം ഇല്ലാത്തവന്റെ കയ്യിൽ വാള് കൊടുത്ത് യുദ്ധക്കളത്തിലേക്ക് വിട്ടതുപോലെ ആയിപ്പോവും. ഒരു പ്രയോജനവും ഇല്ലാതുകൊണ്ട്. അപ്പൊ എല്ലാ മനുഷ്യരും എനിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നതിൽ കാര്യമില്ല. അതിനെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവും കൂടെ ആ മനുഷ്യന് ഉണ്ടായിരിക്കണം. അവൻ മാത്രം, അങ്ങനെയുള്ളവർ മാത്രമേ സഭയിൽ സംസാരിക്കാൻ പോകാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. പകയകത്ത് പേടി കൈ ഒൾവാൾ, അവയകത്ത് അഞ്ചുമവൻ കറ്റനൂൽ. பகையகத்து பேடி, யுத்தக்களத்திற்கு அல்லது போர்க்களத்துக்கு போகக்கூடிய பேடி, ஆண்மை இல்லாதவனுடைய கையில் இருக்கக்கூடிய ஒள்வாள், ஒளி வீசக்கூடிய வாளை போன்று இருக்கும். இது அவையகத்து அஞ்சும் அவன் கற்ற நூல். சபையை கண்டு பயப்படக்கூடியவன் படித்த படிப்பு, படித்த நூலறிவு அப்படிப்பட்டதாக அமையும். எனவே எல்லா மனிதர்களும் தான் படித்த, தான் உணர்ந்த விஷயங்களை மற்றவர்களிடம் நன்றாக பகிர்ந்து பேசுவதற்கு உள்ள திறமை பெற்றிருக்க வேண்டும். ஓவர். തിരുക്കുറൾ അധികാരം 73, കുറൾ 727. பகை அகத்து பேடிகை ஒள்வாள், அவை அகத்து அஞ்சுமவன் கற்ற நூல். അരിയൊടു നപുംസക കൈവാളുപോൽ സഭയിൽ ഇടറുവോൻ ഉൾക്കൊണ്ട ഗ്രന്ഥം. അരിയൊടു നപുംസക കൈവാളുപോൽ സഭയിൽ ഇടറുവോൻ ഉൾക്കൊണ്ട ഗ്രന്ഥം. വാദപ്രതിവാദങ്ങളില് സജീവമായ വിദ്വാൻമാരുടെ സഭയില് സഭാകമ്പത്താൽ സംഭീതനാകുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരുവൻ ഏത് ഗ്രന്ഥമാണോ അഭ്യസിച്ച് വന്നിട്ടുള്ളത് അത് ശത്രുക്കളുടെ നടുവിൽ എത്തുമ്പോൾ അയാളെ സഹായിക്കുന്നില്ല എങ്കിൽ അയാൾ നപുംസകം കയ്യിൽ വെച്ചിട്ടുള്ള ഒരു വാൾ കയ്യിൽ ഇരിക്കുന്നത് പോലെയാണ് അയാൾ പ്രകടമാകുന്നത്. അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് അയാളുടെ യുദ്ധമുറ അല്ലെങ്കിൽ വിദ്വത്സഭയിൽ അയാളുടെ പ്രവർത്തികൾ എന്ന് നമുക്ക് പറയാം. യുദ്ധകളത്തില് അതുപോലെ തന്നെ ഭീരുവായി നിൽക്കുന്നതിനെ കുറിച്ചും കൂടിയാണ് ഇതിൽ പറയുന്നത്. യുദ്ധകളത്തിൽ പരിസര ഭീരുവായി ഇത് കർത്തവ്യതാ മൗഢ്യത്തോടെ നിൽക്കുന്നവന്റെ കയ്യിലിരിക്കുന്ന വാൾ കൊണ്ട് എന്താണ് പ്രയോജനം? വാൾ സ്വന്തം നിലയ്ക്ക് പ്രയോജനകരം തന്നെ. എന്നാൽ അത് ഇരിക്കുന്നത് ഒരു നപുംസകത്തിന്റെ കയ്യിലായി പോയി. അതുകൊണ്ട് തനതായ ഗുണം കൂടി അതിന് നഷ്ടപ്പെടുന്നു. അതുപോലെയാണ് ഉത്തമ ഗ്രന്ഥങ്ങളുടെ കാര്യവും. സഭയെ ഭയപ്പെടുത്തുന്നവൻ അത് പഠിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല, ഒന്നും നേടുന്നുമില്ല. മാത്രവുമല്ല ആ ഗ്രന്ഥത്തിന്റെ പ്രസക്തിയും അവനിലൂടെ ഇല്ലാതാകുന്നു എന്ന് ഈ കുറൾ ഓർമ്മിപ്പിക്കുന്നു. കുറൾ 727. അരിയട് നപുംസക കൈവാള് പോൽ സഭയിൽ ഇടറുവോൻ ഉൾക്കൊണ്ട ഗ്രന്ഥം. ഓവർ സർ. ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്ന കുറൾ 3 ഉള്ള അതേ വാക്കുകൾ തന്നെയാണ് 2 വാക്കുകൾ ഇവിടെയും കവി വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് പകയകത്ത് ചാവാർ, അതുപോലെ അവയകത്ത് അഞ്ചാതവർ. ഇവിടെ അതേപോലെയാണ് പകയകത്ത് പേടിക്കൈ, അവയകത്ത് അഞ്ചുമവൻ. അപ്പം വാക്കുകൾ തന്നെയാണ് പല സന്ദർഭങ്ങളും കവി വീണ്ടും വീണ്ടും നമുക്ക് അതിന്റെ പ്രസക്തി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. കുറൾ കേൾക്കുമ്പോൾ നമുക്ക് ആ കുറളാണോ ഈ കുറളാണോ എന്നുള്ളൊരു ഇത് ഉണ്ടാകും. അത് അതിനുള്ള ഒരു സാഹചര്യം കൂടി ഇതിലുണ്ടാകുന്നുണ്ട്. ഓവർ. Okay, sir. Kural 727. Sharp sword handled by a coward in battlefield is similar to scholarship of one who is frightened of audience. It emphasizes that knowledge without confidence is useless, just as a sword
pointless without the courage to wield in the battle. The Quran stresses the importance of boldness and shame that results from lacking it, despite having book knowledge. It means having bookish knowledge is of no use in an assembly if one lacks the confidence to speak boldly. A person who has acquired great knowledge but is too timid to speak in public settings is considered to have learned in vain. Here is one comparison. The fear of speaking in public makes knowledge as ineffective and useless as a sharp sword carried by someone who is unable to use it in fight. Here is a core message is that true learning requires the courage to apply it in face of others. Without confidence, knowledge becomes a source of disgrace rather than a source of pride. Thank you. Over. അടുത്തത് 728வது குறள். പല്ലവൈ കറ്റും ഭയമിലരെ நல்லவையுள் நன்கு செலச்சொல்லாதார். പല്ലവൈ കറ്റും ഭയമിലരെ നൽ അവയുൾ നൻക് ചെല ചൊല്ലാതാർ. അതില് ആദ്യത്തെ വരിയിലുള്ള അവസാനത്തെ ആ വാക്ക് നൽ അവയുൾ, നൽ അവയുൾ. രണ്ടാമത്തെ വരി നൻക് ചെല ചൊല്ലാതാർ. ഇത്രയും ആദ്യം എടുക്കണം. നൽ അവയുൾ നൻക് ചെല ചൊല്ലാതാർ. ബാക്കി ഉള്ളതൊക്കെ രണ്ട്. പല്ലവൈ കറ്റും ഭയമിലരെ. അപ്പൊ ഈ ഓർഡറിൽ നോക്കിയാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. ഒരു പാടുമില്ല, വളരെ എളുപ്പമാണ്. ഇന്ന് നമ്മൾ പറയുന്ന അതേ വാക്കുകൾ തന്നെ ഇവിടെയും ഉപയോഗിക്കുന്നത്. പല വാക്കുകൾ നമ്മൾ ഇന്നും തമിഴ്നാട്ടിൽ പറയുന്ന, തമിഴരുടെ ഇടയിൽ പറയുന്ന വാക്കുകളാണ്. ഭയം എന്നുള്ള വാക്ക് ഇവിടെ ഭയൻ എന്ന് വന്നിരിക്കുകയാണ്. അത്ര വ്യത്യാസമേ ഉള്ളൂ. നല്ല അവയുൾ, നല്ല അവയുൾ, നല്ല സഭയിൽ, നല്ല സഭയിലെ പണ്ഡിതന്മാരിരിക്കുന്ന ആ സഭയിലെ നൻക് ചില ചൊല്ലാതാർ, നന്നായിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്തവൻ. പണ്ഡിതന്മാരിരിക്കുന്ന സഭയിലെ താൻ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട്, നൻക് എന്ന് പറഞ്ഞാൽ നന്നായി, നന്നായി ചില ചൊല്ലാതാർ, പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവൻ. പല്ലവൈ കറ്റും, പല പുസ്തകങ്ങൾ വായിച്ചിട്ടും ഭയമിലരെ, ഒരു പയനും ഇല്ല, ഒരു ഉപയോഗവും ഇല്ല. നൽ അവയുൾ, നല്ല സഭയിൽ, പണ്ഡിതர்கள் இருக்கக்கூடிய நல்ல சபையில் நன்கு நல்ல முறையில் செலச் சொல்லாதார், தான் படித்தவற்றை விளக்கி சொல்ல தெரியாதவர்கள். பல்லவை கற்றும், பல நூல்களை படித்த பிறகும், பல புத்தகங்கள் படித்திருந்தாலும், எவ்வளவுதான் அறிவு பெற்றிருந்தாலும் பயமிலரே, அந்த நூல்களை படித்தതിനാൽ ഒരു பயനും இல்லை. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പോകുന്നവന് ധൈര്യം വേണം, ഇല്ലെങ്കിൽ ഒരു ഉപയോഗമില്ല. അതുപോലെ തന്നെ പലതും പഠിച്ചാലും ഒരു ഉപയോഗമില്ല. എങ്ങനെയുള്ള ആളായിരുന്നാൽ അയാള് താൻ പഠിച്ച വിഷയങ്ങളെ മറ്റുള്ളവരുടെ ഇടയിൽ പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു ത്രാണി ഇല്ലെങ്കിൽ. പല്ലവൈ കറ്റും ഭയമിലരെ നല്ല അവയുൾ നൻക് ചില ചൊല്ലാതാർ. நல்ல சபையில் நல்ல முறையில் பேச தெரியாதவன் பல்லவை கற்றும் பயமிலரே, பல நூல்களை படித்தாலும் அந்த நூல்களினால், அந்த நூல் அறிவினால் ஒரு பயனும் இல்லை. ஓவர். குறள் 728. பல்லவை கற்றும் பயமிலரை நல்லவையுள் நங்க செல செல்லாதார். ശിഷ്ടരിൽ മധ്യത്തിൽ സ്വീകാര്യമോദാത്തോർ വിജ്ഞനെന്നാകിലും മറ്റോർക്ക് നിഷ്ഫലം. എന്നുവെച്ചാൽ നല്ല ആളുകളുടെ മധ്യത്തിൽ സ്വീകാര്യമായ വാക്കുകൾ പറയാത്തവൻ വിജ്ഞാനിയായിരുന്നിട്ടും ഫലമില്ല. മറ്റുള്ളവർക്ക്
പ്രയോജനപ്രദമാകും രീതിയിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പണ്ഡിത സദസ്സിൽ നമുക്കറിയാവുന്ന കാര്യം വിളമ്പണം. നല്ല വാക്ക് നല്ല ഇടങ്ങളിൽ പറയാത്തവൻ എത്ര അറിവുള്ളവനായാലും മറ്റുള്ളവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എത്ര ശാസ്ത്രജ്ഞാനം നേടിയവനായാലും അത് ഭയമില്ലാതെ പറയേണ്ടിടത്ത് പറയണം, പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എന്താണ്, അതുകൊണ്ട് ഒരു ഫലവുമില്ല. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. നാം പഠിച്ചിട്ട് എന്ത് ഫലം? നമുക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകണം. നല്ലതുപോലെ പഠിച്ചിരുന്നിട്ടും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയാത്തവൻ അധർമ്മനാണ്. പണ്ഡിതൻ എങ്ങനെയുള്ളവനായിരിക്കണം? ധർമ്മശാലിയായിരിക്കണം. ഭംഗിയായി പഠിച്ചാലും ആ പാഠത്തെ അഥവാ അറിവിനെ വേണ്ടിടത്ത് വേണ്ടതുപോലെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവനാണ് പണ്ഡിതൻ. അതാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത്. നമുക്കുള്ള അറിവ് നമ്മിൽ തന്നെ അത് സൂക്ഷിച്ചു വെച്ചാൽ അതുകൊണ്ട് ഫലം. അത് മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകത്തക്ക രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ്, സധൈര്യം, ഭയമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. പല്ലവൈ കറ്റും ഭയമിലരേ അവൈ ഉൾ നൻകുചല ചൊല്ലാതാർ. 728. താങ്ക് യു. ഓവർ. Men unable to speak matters well in scholars, assembly in useless, even though learning many books. കുറൽ 729. 729. கல்லாதவரில் கடை என்ப கற்று அறிந்தும் நல்லார் அவை அஞ்சுவார். கல்லாதவரில் கடை என்ப കറ്റ് അറിந்துം നല്ലാർ അവ അഞ്ചുവാർ. ഈ കുറലിലും ആദ്യത്തെ വരിയിലുള്ള അവസാനത്തെ വാക്ക് കറ്റ് അറിந்துം, പിന്നെ രണ്ടാമത്തെ വരിയും കൂടെ ഫുള്ളായിട്ട് എടുത്ത് അത് ഒന്നൊന്ന് എടുക്കണം. കറ്റ് അറിந்துം നല്ലാർ അവ അഞ്ചുവാർ. കല്ലാതവരിൽ കടയെൻപ്. ഈ ഓർഡറിൽ എടുത്താൽ വളരെ പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും. കറ്റ് അറിந்துം, താൻ നന്നാக കറ്റ് അറിந்த பிறகும் நல்லார் அவை அஞ்சுவார். தன்னை போன்ற பண்டிதர்கள் இருக்கக்கூடிய அந்த சபையை கண்டு பயந்து பேச வேண்டியவைகளை பேசாமல் இருந்தால் அறிவுள்ளவர்கள் அல்லது சான்றோர்கள் அவர்களை எப்படி சொல்வார்கள்? கல்லாதவரில் கடை என்ப. கல்லாத மக்களை விட கடை என்ப மிகவும் கீழ்த்தரமானவர்கள் என்று சொல்வார்கள். അതായത് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നന്നായി പഠിച്ചിട്ടുണ്ട്, പക്ഷേ സഭയിൽ പോയി താൻ പഠിച്ച കാര്യങ്ങൾ വ്യക്തമായി പറയാൻ അയാൾക്ക് അറിയില്ല. കാരണം അയാൾ ഭീരുവാണ്, ഭയപ്പെടുന്നവനാണ്, സഭയെ കണ്ട് ഭയപ്പെടുന്നവനാണ്, അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പേടിച്ച് അവിടെ നിൽക്കുകയാണ്, വാ തുറക്കുന്നില്ല. വാ തുറന്നാലും ശരിയായി അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ളവൻ ആരെക്കാളും മോശം ആയവനാണെന്നാണ് എമ്പള്ളൂർ പറയുന്നത്. കല്ലാതവരിൽ കടയെൻപ്. പഠിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, ഒന്നും സാക്ഷരത ഇല്ലാത്തവര്, അങ്ങനെ ഉള്ളവരില് കട അതിലും ഏറ്റവും മോശമായിട്ടുള്ളവൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പഠിക്കാത്തവരിലും അവനെക്കാളും താഴെ ഉള്ളവനാണ്, അത്ര മോശമായവൻ, അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ പഠിച്ചവൻ പഠിക്കാത്തവൻ എന്ന് രണ്ട് വിഭാഗമുണ്ട്. അതിൽ പഠിച്ചവർക്ക് സമൂഹത്തിൽ ഇത്തിരി ബഹുമാനമുണ്ട്. പഠിച്ചവരുടെ ഇടയിലേ ഉള്ളൂ, അത് വേറെ കാര്യം. പഠിക്കാത്തവരുടെ ഇടയിൽ ഇല്ല. എങ്കിലും പൊതുവേ ഉള്ള കാര്യം ഞാൻ പറയാം. പഠിച്ചവർക്ക് ഒരു ബഹുമാനമുണ്ട്, പഠിക്കാത്തവർക്ക് ഒന്നും അറിഞ്ഞിടാത്തതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ബഹുമാനം ഇല്ല. അതിൽ തന്നെ പഠിക്കാത്തവരിലും തീരെ പഠിക്കാത്തവൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളിനെ പോലെ മറ്റുള്ളവർ വിചാരിക്കും. ആര്? അറിഞ്ഞിട്ടും പറയാൻ അറിയാത്തവൻ. അപ്പൊ ദയവ് ചെയ്ത് അറിയുന്ന കാര്യങ്ങൾ നാം പറയാൻ മടിച്ച് പേടിച്ച് നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പഠിക്കാത്തവനേക്കാളും നമ്മൾ വളരെ മോശമായി പോകും. തിരുവള്ളുവരുടെ
ആ ഒരു ഇതില് അവരുടെ വീക്ഷണത്തിൽ അങ്ങനെയാണ് തിരുവള്ളുവർ കരുതുന്നത്. கற்று அறிந்தும் நல்லார் அவை அஞ்சுவார். நன்றாக படித்து அறிந்த பிறகும், பல காரியங்களை அறிந்த பின்னரும், நல்லார் தன்னை போன்ற அறிவாளிகள் இருக்கக்கூடிய அவையை பார்த்து அஞ்சுவார், பயப்படுகின்றவர்கள். கல்லாதவரில், படிக்காதவர்களில் கடை என்ப, படிக்காதவர்களில் மிகவும் ஒன்றும் படிக்காத மிகவும் கீழ்த்தரமானவர்கள் இருப்பார்களே, அப்படிப்பட்டவர்களை போன்றவர்கள் ஆவார்கள் என்று வள்ளுவர் சொல்லுகின்றார். ஓவர். താങ്ക് യു സർ. കുറൽ 729. കല്ലാതവരിൽ കടൈമ്പ കറ്ററിന്തും നല്ലാർ അവയഞ്ചുവാർ. അജ്ഞരേക്കാൾ ഹീനരത്രേ പഠിച്ചിട്ടും തൽ സഭയ്ക്ക് 5 നടപ്പോർ. അജ്ഞരേക്കാൾ ഹീനരത്രേ പഠിച്ചിട്ടും തൽ സഭയ്ക്ക് 5 നടപ്പോർ. അവനവന്റെ കഴിവിനനുസരിച്ച് പൂർണ്ണമായും ആ കഴിവ് ഉപയോഗിച്ച് ആര് കർമ്മത്തിൽ ഏർപ്പെടുന്നുവോ അവരെയാണ് നമ്മൾ അറിവുള്ളവർ അല്ലെങ്കിൽ പണ്ഡിതർ എന്ന് പറയുന്നത്. ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു, അവയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ അറിവുള്ള വിദ്വാൻമാരുടെ സഭയിൽ ചെല്ലുമ്പോൾ സംഭ്രമ നിമിത്തം, പേടി മൂലം എന്താണോ പറയേണ്ടത് അത് പറയാൻ പറ്റാതെയാകുമ്പോൾ അവരെ തിരുവള്ളുവർ പറയുന്നത് മൂഢരെക്കാളും ഒരു ജ്ഞാനവും ലഭിക്കാത്തവർ, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം കിട്ടാത്തവരെക്കാൾ മോശമാണ് ഈ അറിവുണ്ടായിട്ടും സഭയിൽ തൻ്റെ അറിവ് പകരാൻ പറ്റാത്തവർ എന്നാണ് ഇവിടെ ഈ കുറളിലൂടെ പറയുന്നത്. ഇതുപോലെ തന്നെ ഖുറാനിലും പറയുന്നുണ്ട്, അറിവുള്ളവർ അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല, മറിച്ച് നിന്റെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാകുമ്പോഴാണ് നീ അറിവുള്ളവനായി തീരുന്നത്. നിരക്ഷരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ഡിത സഭയെ ഭയപ്പെട്ടേ തീരൂ. കാരണം അവർക്ക് യാതൊന്നും അറിയില്ല. അവരുടെ അറിവില്ലായ്മയ്ക്ക് മാപ്പുണ്ട്. കാരണം അവർക്ക് വിദ്യ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിച്ചില്ല. എന്നാൽ ആവശ്യത്തിലേറെ പാണ്ഡിത്യം കൈവരിച്ചു കഴിഞ്ഞിട്ടും വിദ്വാൻമാരുടെ സഭയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അറിവുള്ളവരുടെ സഭയിൽ ചെല്ലുമ്പോൾ ഭയം മൂലം, ഭീരുത്വം മൂലം അവയൊന്നും പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്ന അജ്ഞരെയാണ് ഇവിടെ അധകൃതരെന്ന് തിരുവള്ളുവർ പറയുകയാണ്. പഠിച്ചതുകൊണ്ട് തനിക്കോ മറ്റുള്ളവർക്കോ പ്രയോജനം ഉണ്ടാവാത്ത വിധത്തിൽ അവർ ആ അറിവ് പാഴാക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുകയും അത്തരക്കാർക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ മാപ്പർഹിക്കുന്നില്ല എന്നും, വളരെ വലിയൊരു കുറ്റമാണ് അവർ സമൂഹത്തോട് ചെയ്യുന്നതെന്നുമാണ് തിരുവള്ളുവർ ഈ കുറളിലൂടെ പറഞ്ഞു വെക്കുന്നത്. കുറൾ 729. അജ്ഞരേക്കാൾ ഹീനരത്രേ പഠിച്ചിട്ടും തൽ സഭയ്ക്ക് 5 നടപ്പോൾ. ഓവർ സർ. താങ്ക് യു. Kural 729 translates learning and practicing much, yet scared of scholars are held lower than uneducated. This Kural emphasizes that a virtuous and wise person's mere presence benefits the world, making any need for external praise obsolete. That means they who, though they have learned and understood, are yet afraid of assembly of good, are said to be inferior to illiterate. Over. അടുത്തത് 730வது குறள். உளர் எனினும் இல்லாரோடு ஒப்பர், களன் அஞ்சி கற்ற செலச் சொல்லாதார்.
ഉളർ എനിനും ഇല്ലാരോട് ഒപ്പർ കളൻ അഞ്ചി കറ്റ ചെല ചൊല്ലാതാർ. ഈ പാട്ടിലും ഒന്നാമത്തെ വരിയിലുള്ള അവസാനത്തെ വാക്ക് കളൻ അഞ്ചി എന്നുള്ളതും രണ്ടാമത്തെ വരിയും ഒരുമിച്ചെടുക്കണം. കളനഞ്ചി കറ്റ ചില ചൊല്ലാതാർ, ബാക്കിയുള്ളതൊക്കെ രണ്ട്. ഈ ഓർഡറിലെടുത്താൽ വളരെ പെട്ടെന്ന്, ഒരു നിമിഷം പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ അർത്ഥം മനസ്സിലാവും. അത്ര എളുപ്പമാണ് ആ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ. കളനഞ്ചി കറ്റ ചില ചൊല്ലാതാർ ഉളർ എനിനും ഇല്ലാരോട് ഒപ്പർ. കളൻ അഞ്ചി, കളൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സഭ, ആ സഭയെ കണ്ട് ഭയന്ന് കറ്റ താൻ പഠിച്ച കാര്യങ്ങളെ ചില ചൊല്ലാതാർ, നല്ല രീതിയിൽ ചൊല്ലാൻ അറിയാത്തവൻ. ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ബ്രെയിനിലുണ്ട്, പക്ഷേ ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് ആ വ്യക്തിക്കില്ല. അതിന് അടിസ്ഥാന കാരണം സഭയെ കണ്ട് ഭയപ്പെടുകയാണ്. ചിലരെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. സഭ ഇങ്ങനെ സഭയെ കണ്ടോ, 10 പേരെ കണ്ടോണ്ട് അവൻ്റെ കണ്ണൊക്കെ ഉരുണ്ട് കൈയും കാലും ഒക്കെ ഒന്ന് വിറച്ച് ഒന്നും പറയാൻ അവനെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ കളനഞ്ചി കറ്റ ചില ചൊല്ലാതാർ, ആ സഭയെ കണ്ട് ഭയന്ന് തൻ്റെ മനസ്സിലുള്ളതിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവില്ലാത്ത ആള് ഉളറീനിനും ഇല്ലാരോടും ഒപ്പർ. തിരുവള്ളുവർക്ക് ഭയങ്കര ദേഷ്യം, അങ്ങനെ ഉള്ളവരെ കൊല്ലാൻ മനസ്സുണ്ട്, കൊല്ലാതെ കൊല്ലുകയാണ്. ഉളറീനിനും, അവർ ഉണ്ടായിരുന്നിട്ടും ഇല്ലാരോടൊപ്പർ, ഇല്ലാത്തവന് തുല്യമാണ്. ഇങ്ങനെ ഉള്ളവനൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അവൻ ഉണ്ടെങ്കിലും ഇല്ലാത്തവന്, മരിച്ചവന് തുല്യമാണ് എന്ന് അത്ര ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പോ എത്ര തന്നെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് ആ വിദ്വാന് വേണം. ഇല്ലാത്തവൻ ഉണ്ടെങ്കിലും ഇല്ലാത്തവന് തുല്യം. നമ്മൾ ചില സമൂഹത്തിൽ തന്നെ ചിലരെ പറയുന്നില്ലേ, ഇവനൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയാനുള്ള കഴിവില്ല, ഇവനൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും വിചാരിച്ചു പോകും. അങ്ങനെ വെറും ബൊമ്മയായിട്ട് ജീവിക്കുന്ന കുറെ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലും കാണാൻ പറ്റും. അപ്പോ അയാൾക്ക് അത്ര ദേഷ്യമാണ്. അങ്ങനെ ഉള്ളവര് ഉണ്ടായിരുന്നിട്ടും മരിച്ചവന് തുല്യമാണ് എന്ന് വളരെ ദേഷ്യത്തോടെയാണ് പറയുന്നത്. കളനഞ്ചി കറ്റ ചില ചൊല്ലാതാർ ഉളർ എനിനും ഇല്ലാരോട് ഒപ്പർ. ഇല്ലാരോട് ഒപ്പർ. സഭയെ കളനഞ്ചി, കളത്തെ കണ്ട്, സഭയെ കണ്ട്, അഞ്ചി பயப்பட்டு, கற்ற தான் படித்தவற்றை, தான் கற்றவற்றை, சில சொல்லாதார் நல்ல முறையில் சொல்ல தெரியாதவன், உளர் எனினும் இந்த உலகில் வாழ்ந்து கொண்டிருந்தாலும் ഇല്ലാരോട് ഒപ്പർ, ചെത്തവനുക്ക് സമമാവാൻ, അവൻ ഇറന്നു പോനവനുക്ക് സമമാവാൻ എന്ന് കോപത്തോട് ചൊല്ലുകിன்றார் വള്ളുവർ. ഓക്കെ. ഖുറാൻ 730 ഇന്നത്തെ സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ ഖുറാനാണ്. ഉളരനും ഇല്ലാരോട് ഒപ്പർ കളനഞ്ചി കറ്റ ചില ചൊല്ലാത്താർ. ജീവിച്ചിരിക്കലും മൃതർക്കൊപ്പം തൻ പാണ്ഡിത്യം വേദിയിൽ പങ്കുവയ്ക്കാത്തോർ. താൻ എന്താണ് അനുഷ്ഠിക്കപ്പെടുന്നതെന്നും അത് വ്യക്തമായി അനുവാചകർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രകടിപ്പിക്കാനും കഴിയാത്തവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചവനെ പോലെയാണ്. സമ്പാദിച്ചുള്ള വിജ്ഞാനം വാക്കിൽ പ്രകടമാക്കുവാൻ കഴിയാത്തോൻ ജീവിച്ചാലും മൃതനായി താൻ എണ്ണപ്പെടും. ഉപസംഹരിക്കട്ടെ. ഭീരുക്കൾക്ക് വാളുകൊണ്ട് എന്ത് പ്രയോജനം? നിഷ്ഫലം. പണ്ഡിതരായ പ്രേക്ഷകരെ ഭയപ്പെടുന്നവർക്ക് പുസ്തകങ്ങളുടെ പ്രയോജനം എന്താണ്? ശത്രുക്കൾക്ക് മുമ്പിൽ ഒരു ഭീരുവിന്റെ കയ്യിലുള്ള മൂർച്ചയുള്ള വാളാണെങ്കിൽ ഒരു വേദിയെ ഭയപ്പെടുന്നവന്റെ
അഥവാ പ്രഭാഷകന്റെ വാൾ പാണ്ഡിത്യമാണ്. അവർ മികച്ച പണ്ഡിതരായിരിക്കാം, എന്നാൽ നല്ല പ്രേക്ഷകരോട് ആകർഷകമായി സംസാരിക്കുന്നതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയാൽ പക്ഷേ ഒരു പ്രയോജനവും ചെയ്യില്ല. നല്ല പണ്ഡിതരാണെങ്കിലും നല്ല ആളുകളുടെ ഒരു സമ്മേളനത്തെ ഭയപ്പെടുന്നെങ്കിൽ അവർ അജ്ഞരെക്കാൾ മോശമായി കണക്കാക്കപ്പെടുന്നു. വേദിയുടെ ഭയം കാരണം തങ്ങളുടെ പഠനങ്ങൾ നന്നായി പ്രകടിപ്പിക്കാൻ കഴിയാത്തവർ ഒരുപക്ഷെ ജീവിച്ചിരിക്കാം, പക്ഷേ നിർജീവമായി പോയവരെ പോലെയാണ്. വളരെ പ്രസക്തമാണ്. നല്ല പാണ്ഡിത്യവും അതുപോലെ തന്നെ ഡിഗ്രിയുടെയൊക്കെ ബലം ചിലർക്കൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് വേണ്ട രീതിയിൽ അത് പ്രതിഫലിപ്പിക്കാൻ സാധിക്കാറില്ല. ഇക്കാലയളവിൽ നമ്മൾ നിരവധി മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കണ്ടിട്ടുണ്ട്. വളരെ ഭദ്രമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവൻ. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ കവർ ചെയ്തിട്ടുണ്ടാവില്ല, എന്നാൽ അവന്റെ വാക്കുകൾ കേൾക്കുന്നത് വളരെ അപ്പീലിംഗ് ആണ്. അതുപോലെ തന്നെയാണ് നെറ്റും സെറ്റും കെറ്റും ഒക്കെ പാസ്സായവർ. ക്ലാസ്സിൽ ചെന്ന് കുട്ടികളോട് നന്നായി അത് പകർന്നു നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അധ്യാപകനെ കൊണ്ട് അധ്യാപികയെ കൊണ്ട് എന്ത് ഫലമാണ്. കണക്കും ഇംഗ്ലീഷും ഒക്കെ വളരെ സുന്ദരമായി പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപകരുണ്ട്. അതേ വിഷയം തന്നെ വളരെ ബോറായി പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ഒപ്പം സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോഴുള്ള കുറെ കൂടെ ബ്രോഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ കാലമാണ്. ചില പ്രഭാഷകർ, ചില നേതാക്കന്മാർ എത്രയോ വാചാലമായാണ് സംസാരിക്കുക. അതുകൊണ്ട് അത്തരം പ്രസംഗകരെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നെട്ടോട്ടം ഓടുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കേൾവിക്കാരൻ അവിടെ ഇരിക്കും, അവന്റെ ഉള്ളിലുള്ള ആശയത്തെ അനുവാചകരിൽ തറച്ചു കൊള്ളത്തക്ക രീതിയിൽ പറയും. നമുക്കും ഇത് ആർജിച്ചെടുക്കണം. കുറെയൊക്കെ ബൈ ബർത്ത് എന്ന് പറയാമെങ്കിലും നമുക്ക് ആർജിച്ചെടുക്കാം. ധാരാളം പ്രസംഗങ്ങൾ കേൾക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം, സാധിക്കും. അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ഖുറാൻ അധ്യായമാണ് നമ്മൾ കേട്ടത്. ഒരുപാട് നന്ദിയുണ്ട്. ഇതിലെ വളരെ ഭംഗിയായി ഇത് വിശദീകരിച്ച മണികണ്ഠൻ സാറ്, ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നയനാർ സാറ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ട്രാൻസ്ലേറ്റേഴ്സായി പ്രിയപ്പെട്ട ഉഷ ടീച്ചറുണ്ട്, ഷീല മാമുണ്ട്, അതുപോലെ തന്നെ റോയി സാറുണ്ടായിരുന്നു, ജോർജ് സാറുണ്ടായിരുന്നു. എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇനിയും ആരെങ്കിലും ബോധപൂർവം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നന്ദിയോടെ ഓർക്കുന്നു. സർവോപരി ഇതിൽ പങ്കാളികളായി ചേർന്നുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേൾവിക്കാർക്കും പ്രിയപ്പെട്ട സാബു സാറിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തി എൻ്റെ വാക്കുകളെ അടുത്ത ഉഷ ടീച്ചറിലേക്ക് കൈമാറുന്നു. Thank you, sir. Qural 730 states, a person who cannot clearly express in an assembly the knowledge they possess is like a living corpse. This couplet drives home
the ultimate importance of effective communication, particularly in public forums. Thiruvalluvar argues that merely possessing knowledge or skill, what is practiced, is useless if one cannot articulate it intelligibly and persuasively to others. The inability to share one's wisdom renders that wisdom inert and ineffective. It holds no influence or benefit for society. The phrase living corpse is a powerful hyperbole, signifying that such an individual, despite being alive, is academically dead because their learning cannot contribute to the community. A classic example illustrating this point can be drawn from the Hindu Purana narratives involving the gurus and the assemblies of rishis, sages. A guru might spend decades in intense meditation and study, accumulating profound esoteric knowledge. However, if this guru were unable to participate in a philosophical debate, shastrartha, before an assembly of his peers, failing to prevent his arguments coherently, defend his interpretations, or convey the practical applications of his wisdom, his immense learning would be dismissed as barren. In the highly intellectual gatherings described in texts like the Upanishads, the eloquence and clarity of expression were the only measures by which a sage's tapas, ascetic practice, and learning were judged worthy. The Tirukural particularly through the chapter Avai Anjamai, establishes that eloquence is the highest form of courage and a necessary complement to knowledge. Thiruvalluvar treats the fear of the public assembly stage fright not as a minor anxiety, but as a critical barrier that neutralizes an individual's potential contributions. The text champions those who have the mental fortitude to stand before the learned and deliver their message with clarity and dignity. Ultimately, the Quran teaches that knowledge must be matched by the skill to communicate it, echoing the ancient proverb, "What good is light if it is hidden under a bushel?" A simple poem. The mind may hold a golden store of wisdom gathered and so much more, but if the tongue refuses flight, the truth remains a hidden light. I want to extend my deepest gratitude to Sabu sir for providing this invaluable opportunity for connection and discourse. Thank you to all the dedicated participants. Nayanar sir, Joshi sir, Manigandan sir, George sir, Roy sir, Sheila ma'am, Sri Kumari ma'am, and viewers whose engagement made this experience truly meaningful. Thank you all. സോ താങ്ക് യു എല്ലാവർക്കും നന്ദി. വളരെ മനോഹരമായി. നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അല്ലേ, സ്റ്റേജ് ഫ്രൈറ്റ്. സഭാകമ്പം ഇല്ലാത്തവരാരുമില്ല. ഇപ്പം നമുക്ക് സഭാകമ്പം ഇല്ലെന്ന് മോഹൻദാസ് സാർ പറഞ്ഞെങ്കിലും നമ്മളൊരു ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്വഭാവമൊക്കെ മാറും.
ഇവിടെ നമ്മളെ റിസോഴ്സ് ഒക്കെ കൈവച്ചിരിക്കും. ഇടത്ത് സൈഡിൽ ബുക്ക്, വലത്ത് സൈഡിൽ പേപ്പർ, സ്ക്രീനിന്റെ മുമ്പിൽ ബാക്കി കാര്യങ്ങൾ അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാ? എന്തോരം റിസോഴ്സ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വെക്കാം. സൗകര്യം കണ്ണൊന്ന് മാത്രം ഓടിച്ചാൽ മതി. കണ്ണോടിച്ചാലൊന്നും അത്ര പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഓഫ്ലൈനിൽ വരുമ്പോൾ ഈ സഭാകമ്പൊക്കെ ഇതുപോലെ തന്നെ ഇത്ര ഈസി ആയിട്ടൊക്കെ നമുക്ക് മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ക്വാളിറ്റിയും കാലിബറും ഒന്നും മനസ്സിലാക്കുന്ന ഒരു ടൂളൊന്നുമല്ല ഓൺലൈൻ. ഓൺലൈൻ എന്ന് വെച്ചാൽ ഭയങ്കര റിസോഴ്സ്ഫുള്ളാണ്. ഇതൊന്നുമല്ല, ഈ സ്ക്രീനിൽ മുഴുവൻ വെച്ചുകൊണ്ടും ചെയ്യാം. ജസ്റ്റ് നമ്മളുടെ സ്ക്രീൻ മാത്രം വെച്ചുകൊണ്ട് ചെയ്യാം. അതൊക്കെയല്ലേ നമ്മളെ ഇത്ര പവർഫുൾ ആയിട്ട് സ്ക്രീനിൽ ഇങ്ങനത്തെ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ മോഹൻദാസ് സാറേ സഭാകമ്പം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻഷ്യൽ ഓഫ്ലൈൻ ചെയ്ത് നോക്കാം. അപ്പൊ അവിടെയാണ് നമ്മളുടെ യഥാർത്ഥ ശക്തി പുറപ്പെടുക. അവിടെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസന്റേഷൻ സ്കില്ല് വേണം. ഓരോ വാക്കും മാറി കഴിയുമ്പോൾ പുതിയ വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പുഷ് ചെയ്ത് കയറി വരണം. ഇല്ലെങ്കിൽ നമ്മളവിടെ ബ്ലോക്ക് ആവും, ആൾക്കാർ തുറച്ചു നോക്കും, പ്രശ്നമാവും. മോഹൻദാസ് സാർ പറയും. അത് നന്നായിരുന്നു. ഇനി അടുത്ത ചാപ്റ്റർ 74 എന്ന് പറയുന്നത് 74, 75 പറയുന്നത് 74 നാട് അത് ആ രാജ്യത്തിന് വളരെ സേഫ് 74, 75 കൺട്രി, കോട്ട, ഫോർട്ട്. എല്ലാ പാർട്ടിസിപ്പൻസും കൂടി സൗണ്ട് വരുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടല്ലോ, സൗണ്ട് ക്ലിയർ ആകുന്നില്ലല്ലോ. നേരെ പറഞ്ഞേ, എന്നാ പറഞ്ഞേ. സാറിന്റെ ഹെഡ്ഫോണിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. അതായിരിക്കും എന്തോ മെസ്സേജ് ചാർജ് കുറഞ്ഞുകൊണ്ട് കൊണ്ട് ഹെഡ്ഫോണിന്റെ ചാർജ് കുറഞ്ഞാ? യെസ്. കേൾക്കുന്നില്ല, ബ്രേക്ക് ആയി പോകുന്നു. അതങ്ങ് ഉരിയാ മതി, ഹെഡ്ഫോൺ അങ്ങ് ഉരിക്കൂ. ഇപ്പോഴോ? ഇപ്പൊ കൊള്ളാം, പറഞ്ഞോ. ചാപ്റ്റർ 74 രാജ്യം, നാട്, കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി അല്ലേ? ഇന്റഗ്രിറ്റി ആണ് അല്ലെ നമ്മുടെ നാടിനെ കുറിച്ചുള്ള. വണ്ടർഫുൾ കൺട്രി. സോ മണികണ്ഠൻ സാർ, വളരെ സന്തോഷം. ശരി. സാറിന്റെ PhD ആയോ? നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സബ്മിറ്റ് ചെയ്യാറായോ? ഇല്ല, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയാൽ ആദ്യത്തെ വർഷം തുടങ്ങാനാണ് പാട്. ഓക്കെ, ശിലാമ്മ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് മണികണ്ഠൻ സാറിന്റെ ആ തമിഴ് ട്രാൻസ്ലേഷനോടെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് തിരുക്കുറളിന്റെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നത്. അതിന് അത് കൊള്ളായിരുന്നു സാറേ. കുറച്ചുകൂടെ തമിഴ് പറഞ്ഞെങ്കിൽ എന്ന് തോന്നിപ്പോയി. കാരണം കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ ഓമന ടീച്ചർ? അപ്പോ തമിഴ് ഞങ്ങൾ കൂടി പഠിച്ചു വരും സാറിന്റെ അറിവ് പകർന്നു തരുമ്പോ. റോയ് സാറൊക്കെ ഇപ്പൊ തമിഴിലാണ് സംസാരിക്കുന്നതെന്നാണ് പിന്നെ സാബു സാറ് പറയുന്നത്. അപ്പൊ ഇനി എപ്പോഴും തമിഴിൽ മട്ടും പേസനാൽ പോതുമാ? போதும் തമിഴ് താനേ പേസോ. தமிழ் தெரியும் சார். ഓക്കെ. അപ്പൊ തമിഴിൽ മട്ടും പേസുകറേ. ഓക്കെ. തിരുക്കുറൾ പഠിക്കുന്നതിനോടൊപ്പം തമിഴ് കൂടെ പഠിക്കുകയാണ് നമ്മൾ. അതെ, അതാണ് ആ കാര്യത്തില് കൂടുതൽ തമിഴ് പറയുന്നല്ലേ? അതിനെയാ എന്താ മണികണ്ഠൻ സാർ തമിഴൂടെ പറയുമ്പോൾ നമുക്ക് ആ മലയാളം ഒക്കെ വായിച്ച് വരുന്നത് കൊണ്ടായിരിക്കും സാറിന്റെ ആ തമിഴ് ഇതുകൂടെ കേൾക്കുമ്പോ നല്ല ഒരു എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് സാറേ ആ കുറൾ കുറച്ചുകൂടി. തമിഴ് മലയാളത്തിൽ പറയാതെ തമിഴ് സാറ് തമിഴിൽ തന്നെ പറയുമ്പോ കുറച്ചുകൂടി നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് കൊള്ളാം. മലയാളത്തില്, ഇംഗ്ലീഷില്, തമിഴില്. പക്ഷെ തമിഴ് പറയുമ്പോ ഒരു സ്വല്പം നിർത്തി പറയണമെന്നേ ഉള്ളൂ അല്ലേ? ഇതിനകത്ത് എഴുതി വരുന്ന മലയാളം അതിനും പേരും തമിഴാ.
വായിക്കാൻ സാർ തമിഴ് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല സാർ. തമിഴ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വായിക്കാൻ തമിഴിൽ എല്ലാ എഴുതണ്ട, പക്ഷേ എല്ലാ തമിഴ് വാക്കുകളും തമിഴിൽ പറയുന്ന എല്ലാ വാക്കുകളും നിങ്ങൾക്ക് അതെ. മനസ്സിലാവുമോ എന്ന് എനിക്കൊരു സംശയം മനസ്സിലാവും സർ. വരുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് മലയാളം പറയുന്നത്. അല്ല സർ, തമിഴും മലയാളവും സഹോദരിമാരാണ്. ആണെങ്കിലും ചില വാക്കുകൾ നിങ്ങൾക്ക് പിടികിട്ടൂല. കാരണം ചില വാക്കുകൾ ഒരേപോലെ രണ്ടും ഒന്നുപോലെ തോന്നിയാൽ ഉദാഹരണമായിട്ട് നമ്മള് ചമ്മന്തി എന്ന് പറയുന്നത് അവിടെ തമിഴ്നാട്ടിലെ മച്ചണന്മാരാണ്, അളിയന്മാരെയാണ് ചമ്മന്തികൾ എന്ന് പറയുന്നത്. അതുപോലെ കത്രിക്ക അല്ല സർ, ഇവിടെ കത്രിക എന്ന് പറയുന്നത് കത്രിക്ക, രണ്ടിനും ഒരു ആ ഒരു വാക്ക് മാത്രം കറക്റ്റ് ആണ് സാറേ, ആ ചമ്മന്തി. അല്ല, ഇവിടെ സംബന്ധക്കാരുണ്ടായിരുന്നു സർ, സംബന്ധക്കാര്. അതുപോലെ കത്രിക എന്ന് പറയുന്ന അവിടെ കത്രിക എന്ന് വിചാരിക്കും. നമ്മൾ കഴിക്കുന്ന കത്രിക്ക അവര് കത്രിക, നമ്മൾ കത്രിക എന്ന് പറയുന്ന അവര് കത്രിക്ക, കഴിക്കുന്ന കത്രിക എന്നൊക്കെ വിചാരിച്ചു പോകും. അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മലയാളം കയറ്റുന്നത്. കത്രിക്ക എന്ന് പറയാറുണ്ട് വഴുതനങ്ങയ്ക്ക്. അവിടെ വന്നിട്ട് അല്ല, ഇവിടെ നമ്മൾ കത്രിക സിസറിനെ കത്രിക എന്ന് പറയും. അവിടെ അവര് കേൾക്കുമ്പോ അത് കത്രിക എന്ന് വിചാരിക്കും, കഴിക്കുന്ന കത്രിക എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെയുള്ള നാഗർകോവില് ശരിയായ തമിഴല്ല. നാഗർകോവില് തയ്ച്ചോണ്ട് തമിഴിലെ അടക്കരുത്. മധുര മദ്രാസ് അങ്ങോട്ടൊക്കെ പോണം, തമിഴ് ശരിക്കും കേൾക്കണേ. നാഗർകോവില് മലയാളവും തമിഴും എല്ലാം കൂടെ ചേർന്ന്. സാറ് നേരെ മറിച്ചാണ് പറയുന്നത്. നാഗർകോവിൽ തമിഴാണ് കുറച്ചെങ്കിലും കൊള്ളാന്നുള്ളത്, മറ്റതെല്ലാം കുഴപ്പം. സാറിന് അറിഞ്ഞൂടാത്തോണ്ടാണ് പറയുന്നത്. മണികണ്ഠ സാറ് തമിഴിന്റെ വിദ്വാനാണ് സാർ. അതിനെ കുറിച്ചൊക്കെ മറ്റേ യൂട്യൂബിലൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ തമിഴ് എന്ന് പറയുന്നത് അല്ല തമിഴർ സംസാരിക്കുന്നതെന്നാണ് സാർ പറയുന്നത്, അല്ലേ സാർ? തമിഴ്നാട് മൊത്തവും സംസാര തമിഴ് വളരെ വഷളായി കിടക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ചെന്തമിഴും കൊടുന്തമിഴും ഉണ്ട്. ഏത് തമിഴായിരുന്നാലും തമിഴ്നാട്ടിലുള്ള തമിഴ് അവിടെ ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്ന, അവര് പറയുന്നതും അവര് അക്ഷരങ്ങളുടെ ഉച്ചാരണവും ഒക്കെ നമുക്ക് അറിയാന്നുള്ളവര് അത് കേട്ടാൽ വളരെ കഷ്ടം തോന്നുകയാണ്. നിങ്ങൾക്ക് തമിഴരോട് സംസാരം ശരിയല്ലാന്ന് പറയരുത്. തമിഴരോട് സംസാരം ശരിയല്ലാന്ന് പറയരുത്, അടി കിട്ടും. അവിടെ വേറെ അർത്ഥം, ഭാര്യ ശരിയല്ലാന്നായി. ഭാര്യ ശരിയല്ല. അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ട് സാർ. ഇവിടുന്ന് നമ്മള് മലയാളത്തിലേ നമ്മൾ തൃശ്ശൂർ ആദ്യമായിട്ട് ചെന്ന് അവരുടെ കൊളോക്കിയൽ യൂസേജ് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മനസ്സിലാവില്ല. അങ്ങനെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് കൊളോക്കിയലിന്റെ അല്ല, അക്ഷരങ്ങള് അത്രയും തെറ്റിച്ചാണ്, ഉച്ചാരണം മൊത്തവും തെറ്റിച്ചാണ് തമിഴ്നാട് മൊത്തവും പറയുന്നത്. നമുക്കിതൊന്നും കോഴിക്കോട് കണ്ണൂരൊക്കെ ചെന്നാൽ ജലയെടുത്തോട് ചാടാൻ പറയും. അവര് പള്ളിക്കൂടത്തിനെ പള്ളിക്കൂടന്നേ പറയുള്ളൂ, ഓടുന്ന പള്ളി എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് അവിടെ. അങ്ങനെ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒരുപാട് കഥ ഉണ്ട്. അതിപ്പോ ശരിയാവില്ല. അത് സാർ, ഞങ്ങള് തമിഴിയൻസും മലയാളീസും കൂടെ ഒരുമിച്ച് നടക്കാൻ പോകുമായിരുന്നു ബിഎഡിന് പഠിക്കുമ്പോ. ഒരു ജംഗ്ഷനിൽ ചെല്ലുമ്പോ ഞങ്ങൾ അവിടെ നിൽക്കും. എന്തിനാന്നറിയോ? ഒരു തമിഴ് ഫ്രണ്ട് ചോദിക്കും ഏത് വഴി പോണെന്ന്. അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോ അവിടെ നിൽക്കും. ആ ചോദ്യം കേട്ട് കഴിയുമ്പോ കുറെ പൊട്ടിച്ചിരിച്ചിട്ട് ഇത് വഴി പോകാന്ന് പറയും. അങ്ങനെ തന്നെ. അല്ല, ആ അക്ഷരം ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു അക്ഷരം തമിഴിലാണ് ആദ്യം ഉണ്ടായത്. തമിഴ് എന്ന് പറയുന്നതിൽ തന്നെ ആ ഴ ഉണ്ടല്ലോ സാർ, തമിഴിൽ തന്നെ ഉണ്ടല്ലോ ഴ. ദ്രാവിഡിയൻ ലാംഗ്വേജസിൽ ആദ്യമായിട്ട് തമിഴിനെ ഴ എന്ന് പറയുന്ന തമിഴിന്റെ സ്പെഷ്യൽ ലെറ്റർ എന്നാണ് പറയുന്നത്, ചിറപ്പെഴുത്ത് എന്നാണ് പറയുന്നത്. പക്ഷെ പടുവാഴികളെല്ലാം അതിനെ കൊന്നുകളഞ്ഞു. ആ ഴയെ ആരും ഇപ്പൊ പറയുന്നില്ല. അതാണ് തമിഴിന്റെ ഏറ്റവും ള എന്ന് പറയുന്ന വാക്കില്ലേ? ള എന്ന് പറയുന്ന വാക്ക് തമിഴിലുണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? ഴ എന്ന് പറയുന്ന അക്ഷരവുമുണ്ട്, ള എന്ന് പറയുന്ന അക്ഷരവുമുണ്ട്. പാവം തമിഴർക്ക് മനഃപൂർവ്വം പറയുന്നതല്ലേ, ചിന്തിക്കാൻ വേണ്ടി. വഴങ്ങുന്നില്ല, അത്രേ ഉള്ളു കാര്യം. ഇവർക്ക് വഴങ്ങാഞ്ഞിട്ടാ സാർ. ഞങ്ങളുടെ ഇംഗ്ലീഷ് സാർ പറയുമായിരുന്നു, ആസാംകാരനാണ്. ഇവിടെ എന്തോ ഒരു എക്സസൈസ് സാർ ചെയ്യുന്നുണ്ട് ഴ പറയാൻ വേണ്ടി. സാറിനും ഴ പറയാൻ അറിയത്തില്ലായിരുന്നു.
ഇവിടെ എന്തോ ആ കാട്ടുന്ന അതെ അതെ കാര്യം സാറ് സാർ പറയുമായിരുന്നു. അത് കൊച്ചിലേ പഠിക്കാത്തതുകൊണ്ടാ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, ആസാം സാർക്കാരൻ സാറിനും ഴ ഇല്ലായിരുന്നു. അപ്പൊ ഇല്ല സാറ് പറഞ്ഞു ഇവിടെ അതുകൊണ്ടിപ്പോ ഇവിടെ ഇങ്ങനെ എന്തോ സാറ് ചെയ്യുന്നുണ്ട്, ഴ പറയാനെന്ന് പറഞ്ഞു ഞങ്ങളോട്. അതുകൊണ്ടിപ്പോ ഴ അപ്പൊ തമിഴ്നാട്ടില് സാറേ ശരിയെ സാറേ അപ്പൊ അവിടെയല്ല ഴ ചെയ്യേണ്ടത്, ഈ എവിടെയാണെന്ന് ചെവിയുടെ അടിയിൽ മനസ്സിലായി. ഈ രണ്ട് ആ ചെവിയുടെ ഇവിടെ അടിയിലാ. എന്തോ സാർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട്. അത് ആ ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട് തമിഴ്നാട്ടിലിപ്പോ. തന്റെ ജീവിതാവസാനം വരെ ഴായ്ക്ക് വേണ്ടി ഒരാൾ സേവനം ചെയ്യാണ് തമിഴ്നാട്ടില്. ഒരാള് ഴ എന്നുള്ള അക്ഷരം ശരിക്ക് ഉച്ചരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അവിടെ ഭയങ്കരമായ ഒരു സേവനം ചെയ്യാണ്. അതുകൊണ്ട് ഇപ്പൊ അയാൾക്ക് ഏകദേശം ഒരു 30-35 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഴകര മന്നർ, ഴകര വേന്തൻ, ഴകര അരസൻ. ഴകരം എന്ന് പറഞ്ഞാൽ ഴായ്ക്ക് വേണ്ടി അയാൾ ചെയ്യുന്ന സേവനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരുപാട് പട്ടങ്ങൾ ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. അത്ര ഗതികേടാണ് തമിഴ്നാട്ടിൽ. ആരാണത്? അയാൾ പേരെനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ഒരാൾ അങ്ങനെ ഉണ്ട്. അയാൾ എന്ത് ത്യാഗം ചെയ്യുന്നു? എന്താ അയാൾ എന്താണ് ത്യാഗം ചെയ്യുന്നത്? ത്യാഗം ചെയ്യുന്ന ഴായ്ക്ക് വേണ്ടി. ഴ എന്ന് പറയുന്ന അക്ഷരം നന്നായിട്ട് ഉച്ചരിക്കണം എന്നതിന് വേണ്ടി ഴ എന്ന് പറയുന്ന അക്ഷരം വീണ്ടും വീണ്ടും വരുന്ന രീതിയിൽ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഴായ്ക്ക് ഒരുപാട് അവാർഡ് പ്രാധാന്യം കൊടുക്കും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഴ എന്ന് പറയുന്ന അക്ഷരം തമിഴിൽ ഇല്ല എന്ന് നിങ്ങൾ ആരും വിചാരിച്ചു കളയരുത്. തമിഴിലാണ് ആദ്യം ഴ എന്നുള്ള അക്ഷരം ദ്രാവിഡിയൻ ലാംഗ്വേജസിൽ ആദ്യം ഉണ്ടായത്. പാവപ്പെട്ട തമിഴർക്ക് അത് സംസാരിക്കാൻ വഴങ്ങാത്തത് കൊണ്ട് അവരങ്ങനെ ആയി. ക്ഷമിക്കുക, ഇനിയിപ്പോ വേറെ വഴിയില്ല. നമ്മളെ ശ്രമിക്കുകയാണ്. ഞാൻ യൂട്യൂബിൽ കൂടെ ഇതൊക്കെ പറഞ്ഞ് ശ്രമിക്കുകയാണ്. കുറച്ചെങ്കിലും മാറിയാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായി ഏത് വഴി പോണോന്ന്. അതെ അതെ. അതൊരു വലിയ പ്രശ്നം. പട്ടം പറത്താൻ പറ്റുമോ സാറേ? പട്ടം കിട്ടുവാന്ന്? അത് തമിഴ് ഈ ഴ എന്ന് പറയുന്ന അക്ഷരം കറക്റ്റ് ഉച്ചരിച്ച് പറഞ്ഞാൽ മാത്രമേ, ഴ എന്നുള്ള അക്ഷരം മാത്രമല്ല ഓരോ അക്ഷരവും അതിൻ്റെതായ രീതിയിൽ ല, ള, ഴ, ന, ണ, ര, റ ഇതൊക്കെ വളരെ കറക്റ്റായി പറഞ്ഞാൽ തമിഴിന് ഒരു അഴകുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തമിഴിനെ ആൾക്കാർ കളിയാക്കും. അതാണ് എന്റെ സത്യം. കറക്റ്റായിട്ട് പറഞ്ഞു. ആശാൻ പള്ളിക്കൂടൊന്നും ഇല്ലാത്തതുകൊണ്ട്, ആശാനും ആശാട്ടിയൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ടായി പ്രശ്നം. പാരമ്പര്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത സാറുമാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചേഴ്സ് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവരുടെ സാഹചര്യങ്ങളും അങ്ങനെയാണ്. മാതൃവായിൽ നിന്ന് കേൾക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു 10% പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ബാക്കി 90% കുഴപ്പമാണ്. തമിഴ്നാട് മൊത്തവും അത് നമ്മൾ പറഞ്ഞാലും അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വേറെ ഒരു വേദന. നമ്മൾ തെറ്റുകൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ പറയുന്ന തെറ്റെന്ന് പറയും. എനിക്കങ്ങനെ അനുഭവമുണ്ട്. അങ്ങനെ പക്ഷെ തമിഴ് സാഹിത്യത്തിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ആർക്കും ഒരു നല്ല മതിപ്പാണ്. പക്ഷെ ഈ ഒരു കാര്യം മാറേണ്ടതുണ്ട്. അത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് മലയാളികൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവില്ല. ആദ്യമായി തമിഴ് കേൾക്കുമ്പോൾ അവര് എന്ന് പറഞ്ഞാൽ അവര് കറക്റ്റ് തമിഴ് എന്ന് വിചാരിച്ചുകൊണ്ട് അവര് ഒന്നും തോന്നൂല. പക്ഷെ അത് അറിയാവുന്നവർക്കാണ് അത് വളരെ വിഷമം തോന്നുന്നത്. എനിക്ക് വളരെ വലിയ വിഷമമാണ്. അവരെ എങ്ങനെ ഈ ഇത് പറഞ്ഞ് കളിയാക്കുമ്പോന്നൊക്കെ വലിയ വിഷമമാണ്. ശരി, എന്തായാലും നമ്മളെങ്കിലും ഇനി നന്നായിട്ടൊന്ന് പറയാം. അവർക്ക് ഒരു മാതൃകപരമായി നമ്മളെങ്കിലും ഇരിക്കാം. നമുക്ക് തമിഴ് പഠിച്ചു പറയാം. നമുക്കിത് കഴിയുമ്പോൾ നമുക്കൊരു തമിഴിന്റെ ക്ലാസ് തുടങ്ങാം. കുഴപ്പമൊന്നുമില്ല. എന്നാലും വെള്ളിയാഴ്ച നമ്മൾ ഇതുപോലെ ഫ്രീ ആക്കി എടുത്തില്ലേ, ഇനി നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതെ. ഹിന്ദി ക്ലാസ് കൂടെ പഠിച്ചു കൊള്ളാം. ഹിന്ദി ഹിന്ദി പിന്നെ കുഴപ്പമില്ല. ഹിന്ദി പിന്നെ ഇച്ചിരൂടെ ഹിന്ദി നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ. തമിഴ്നാട്ടുകാർക്ക് ഹിന്ദി പാടാണ് പഠിക്കാൻ. ഹിന്ദി നമ്മള് കുട്ടിക്കാലത്ത് പോലെ പഠിച്ചതാണല്ലോ. അതുകൊണ്ട് അത്ര പ്രശ്നം വരത്തില്ല. കേട്ട് പണ്ടൊക്കെ ഹിന്ദി വാർത്തയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴല്ലേ മലയാളമായി പോയെ. മലയാളം വാർത്തകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കേട്ടോണ്ടിരുന്നപ്പോൾ ഹിന്ദി ആയതുകൊണ്ട് ആ ഹിന്ദി വാർത്തകളൊക്കെ നമുക്ക് അല്ലെ ഒക്കെ ഒരു ഹിന്ദി ശ്രീകുമാരി മാമിന് തമിഴ് അറിയാം.
അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളാരും തമിഴ് അതുപോലെ തന്നെ ഇപ്പോ പഠിക്കണ്ടെന്ന്. നമ്മള് ഒരു ഹിന്ദി ഒരു പത്രം ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. അതായത് പലരും ഈ കുറൾ എന്നുള്ള വാക്കിനെ കുരൽ എന്നാണ് പറയുന്നത്. കുറൾ എന്നുള്ളതാണ് കറക്റ്റ്. കുരലല്ല. തമിഴിൽ കുറൾ എന്നുള്ള വാക്കുമുണ്ട്, കുരൽ എന്നുള്ള വാക്കുമുണ്ട്. രാ ഇട്ട് കഴിഞ്ഞാൽ അത് ശബ്ദം എന്നുള്ള അർത്ഥത്തിലാണ് പോകുന്നത്. കുരൽ എന്ന് പറഞ്ഞാൽ ശബ്ദം, കുറൾ എന്ന് പറയുന്നതാണ് തിരുക്കുറൾ. അതായത് കുറൾ എന്ന് പറയുന്നത് ഒരു പാട്ടാണ്. 2 വരി പാട്ടിനെയാണ് കുറൾ എന്ന് പറയുന്നത്. പല ടൈപ്പ് പാട്ടുകളുണ്ട്. ഈരടി പാട്ടിനെയാണ് കുറൾ എന്ന് പറയുന്നത്. കുരൽ എന്ന് തിരുക്കുരൽ എന്ന് പറഞ്ഞാൽ അത് ശബ്ദം എന്നുള്ള അർത്ഥത്തിലായി പോകും. തിരുക്കുറൾ എന്ന് വേണം പറയാൻ. ദൈവശബ്ദം അല്ലെ? ദൈവശബ്ദം. കുറൾ എന്ന് പറഞ്ഞാൽ 2 വരി പാട്ട്. കുറൾ എന്നേ പറയാവൂ. തിരുക്കുറൾ. ഈരടി പാട്ടിനാണ് കുറൾ എന്ന് പറയുന്നത്. കുറൾ, അത് കുരലല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ അറിയുള്ളൂ. ഇത്തരം ആൾക്കാരൊക്കെ കേൾക്കണ്ടേ ഒരേ പോലെ. അതെ, കുറൾ വളരെ രസകരമാണല്ലോ സാറേ. ലാംഗ്വേജിന്റെ കാര്യമാകുമ്പോ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടി. ഇത്ര സമയം കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി. അതെ. നമ്മളവിടെ മറ്റേ പഹയകത്ത് പേടിയെ പോലെ ഇതൊക്കെ പറയാൻ മടിച്ച് ഭയന്നിരുന്നാൽ നിങ്ങൾ ഒന്നും അറിയില്ല, സത്യം അറിയില്ല എന്താണെന്നുള്ളത്. നമ്മൾ കുറളിൽ പഠിച്ചില്ലേ, പഹയകത്ത് പേടിയെ പോലെ നമ്മളും ഭയന്ന് പറഞ്ഞാൽ എന്നെ എന്തെങ്കിലും വിചാരിക്കുമോ, അഹങ്കാരി എന്ന് വിചാരിക്കുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ സത്യം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെന്ത് വിചാരിക്കുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. നമ്മുടെ കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് പറയണ്ട, തമിഴ് പറയണ്ട, ഹിന്ദി പറയണ്ട. പക്ഷെ നമ്മളൊരു 10 ദിവസം തമിഴ്നാട്ടിൽ പോയി നിന്ന് നോക്കിയേ, നമ്മൾ തമിഴൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. കാരണം നമുക്കപ്പൊ ജീവിച്ചേ പറ്റും. തമിഴ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഭാഷ എങ്ങനെയാണല്ലോ, ഭാഷ എന്ന് പറയുന്നത് സന്ദർഭം അനുസരിച്ചാണ്, നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഭാഷ പഠിക്കുന്നത്. നമ്മളെ കൊണ്ട് ഇപ്പൊ ഇംഗ്ലണ്ടിൽ കൊണ്ടിടുകയാണെങ്കിൽ നമ്മൾ 6 മാസം കൊണ്ട് ഇംഗ്ലീഷിൽ വിദഗ്ധരായി വരും, പഠിച്ചിരിക്കും. അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഏത് നാട്ടിൽ പോകുന്ന ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ അവരുമായിട്ട് സംവദിക്കുമ്പോൾ ആ ഭാഷ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് മലയാളികൾ. ആരായിരുന്നാലും ആർക്കായാലും മലയാളികൾ വേറെ ഒന്നും പറയിക്കാൻ സാധിക്കത്തില്ല അല്ലെ? വ്യൂവേഴ്സിനെ കൊണ്ട് പറയിക്കാൻ സാറ് വിട്ടുപോയി. എന്താ വ്യൂവേഴ്സിനെ കൊണ്ടേ? സുബോധനൻ സാറൊക്കെ ഉണ്ട്. സാറിന്റെ മുഖം കാണിക്കുന്നതേ ഇല്ല, കുറെ നാളായി കണ്ടിട്ട്. അഭിപ്രായം കൂടെ കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ആരെങ്കിലും ഒരാൾ പറയൂ, ജോസഫ് സാർ, മാത്യു സാർ, മാക്സി സാർ, ശുദ്ധോ, ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ. കേൾക്കുകയാണ് നിങ്ങളുടെ ഈ പണ്ഡിതരുടെ സദസ്സില്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ പണ്ഡിത സദസ്സില് ഈ ചുണ്ണാമ്പ് പോലെ ഇങ്ങനെ ഇരിക്കണം. അവിടെ ഇന്ന് അവതരിപ്പിച്ചതില് വളവള മലയാളം എന്ന് പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷിൽ ബ്ലാബ്ല എന്ന് പറയും. അപ്പോ അങ്ങനെ പറയരുതെന്ന് ഇത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കറേജ് ഫോർ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ, ഒറേറ്ററി കറേജ് ഒക്കെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന പണ്ഡിതരെ കേട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത് കേട്ടോ. അപ്പൊ അതില് തമിഴിന്റെ കാര്യം പറഞ്ഞപ്പോ, ഈ എൻ്റെ ഒരു ഫ്രണ്ട് ബാങ്ക് മാനേജർ പൊള്ളാച്ചിക്ക് ട്രാൻസ്ഫർ ആയി അവിടെ ചെന്നു. അപ്പൊ പുള്ളി വലിയ പത്രാസിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അക്കൗണ്ടന്റിന് കാറൊക്കെ നിർത്തി അവിടെ ചെന്ന് ചാർജൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാനിവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പാലക്കാട് ഒന്നും ഡെയിലി വരാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു വീട് വേണം, ഒരു ചിന്ന വീട് മതി എന്ന് അക്കൗണ്ടന്റ് സ്വാമിയോട് പറഞ്ഞു. അപ്പൊ ബാക്കി ഞാൻ പറയുന്നില്ല, സാറിന് മനസ്സിലായല്ലോ. തമിഴ് ഭാഷയിൽ ചിന്ന വീടായാലും മലയാളി തമിഴിൽ പറയുന്ന മനസ്സിലുള്ള അർത്ഥം വേറെ, പക്ഷെ പുറത്തു വന്ന വാക്കില് എനിക്ക് വീടൊക്കെ വേണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഫാമിലി ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരു ചിന്ന വീട് വേണം, ഭാര്യയൊക്കെ നാട്ടിലാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഈ അല്ല, ഇങ്ങനത്തെ കുനിഷ്ടുകളെല്ലാം മനസ്സിലാക്കി പഠിക്കും.
അപ്പൊ ശശിധരൻ സാർ ഇപ്പൊ ഇന്നത്തെ വിളിച്ചിറക്കി ക്ലാസ്സിനെ കുറിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് ആ ശശിധരൻ കുനിഷ്ട സാർ ഒരു മനസ്സിലായത്. അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ഇത് സാർ, അത് ഞാൻ ഈ ഡിഗ്നിറ്റി ഓഫ് ഓഡിയൻസ് അത് വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പൊ ഈ മീറ്റിങ്ങുകളിലൊക്കെ നമ്മുടെ ഈ തൊഴിലുറപ്പ് സേനയിലെ വനിതകളെയാണ് ഈ ഓഡിയൻസ് ആയിട്ട് കൊണ്ടിരുത്തുന്നത്. അത് സാഹിത്യ സമ്മേളനത്തിലായാലും നേതാക്കന്മാർ പങ്കെടുക്കുന്നതായാലും ഒക്കെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ക്യാമ്പില്, പാലക്കാടാണ് AR ക്യാമ്പിലെ പോലീസുകാരെ കൊണ്ടിരുത്തുമായിരുന്നു. അപ്പം മുടി പറ്റ വെട്ടിയ അച്ചടക്കത്തോടെ വടി വിഴുങ്ങിയതുപോലെ ഇരിക്കുന്ന ഓഡിയൻസ് കണ്ടാൽ പ്രാസംഗികർക്ക് നിറഞ്ഞ സദസ്സാണ്. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ കസേരകൾ ഫില്ല് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഈ ഇതിലെ ഒരു നടന്ന കാര്യം പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അതായത് ഈ ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിയുടെ അതില് ഈ വ്യവസായം തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വ്യവസായ വകുപ്പും കേരള മുഖ്യമന്ത്രിയൊക്കെ കൂടെ ഒന്ന് കഞ്ചിക്കോട് ഒരു ഈ 7 സ്റ്റാർ ഹോട്ടലിൽ ഗംഭീര പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് ഒരുപാട് കാശൊക്കെ ചെലവാക്കിയിട്ടാണ്. പക്ഷെ അപ്പൊ ഈ വ്യവസായികളായിട്ട് വന്നവരൊരു 15 വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓഡിയൻസ് തികയാതെ മുഖ്യമന്ത്രി വരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയോ, ഈ ITIയില് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രിയിലെ കോൺട്രാക്ട് ലേബറേഴ്സിനെ ഒരു 150 വരെ കൊണ്ടുവന്നിരുത്തി. അപ്പൊ പുള്ളി ഇത് കഴിഞ്ഞ മാസം നടന്നതാണ്. അപ്പോൾ പുള്ളി ഈ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊക്കെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്കത് ഈ ഓഡിയൻസ് അറിഞ്ഞിട്ടുള്ള പ്രഭാഷണം എന്ന് പറയുന്നത് ഇപ്പൊ പണ്ഡിതർ ജ്ഞാനിയായി മാറുന്ന മാജിക് ഒക്കെ ഈ ഓഡിയൻസ് അറിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോ അതേപോലെ മഹാപണ്ഡിതരുടെ ഇടയിലെ ജ്ഞാനി. അപ്പൊ നമുക്കിപ്പോ മലയാള പ്രസംഗകരില് അങ്ങനെ ചിലരുണ്ട്. നമ്മുടെ ഈ അലക്സാണ്ടർ ജേക്കബ് സാറിനെ ഇപ്പൊ ഒരു മുസ്ലിം പള്ളിയിലേക്കോ ക്രിസ്ത്യൻ പള്ളിയിലേക്കോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ ഒരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു അവാർഡ് ദാന ചടങ്ങിലേക്കോ എവിടേക്ക് വിളിച്ചാലും പുള്ളി പഠിച്ച് ഗംഭീരമായ ഒരു അവതരണം നടത്തിയിട്ട് ഓഡിയൻസിനെയൊക്കെ കയ്യിലെടുക്കുന്നത് നമുക്കൊക്കെ അറിയാം. അലക്സാണ്ടർ ജേക്കബ് സാറിനെ അദ്ദേഹം കേൾക്കാറുണ്ടല്ലോ. അദ്ദേഹം ക്രിസ്ത്യൻ ആണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ക്ഷേത്രത്തിൽ വന്നാൽ ആ ക്ഷേത്രത്തിലെ തന്ത്രിക്ക് അറിയുന്നതിനേക്കാൾ അപ്പുറം, അല്ലെങ്കിൽ വലിയ ഹൈന്ദവ പണ്ഡിതർക്ക് അറിയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള വിജ്ഞാനം വിളംബരം ചെയ്യുന്ന പോലെ അദ്ദേഹം പ്രസംഗിക്കായിരുന്നു. പക്ഷെ അതേപോലെ മറ്റൊരു പ്രഭാഷകനുണ്ട്, സുനിൽ പി ഇളയിടം. അദ്ദേഹം മഹാപണ്ഡിതനാണ്, പ്രഭാഷകനാണ്, പക്ഷെ വെറുപ്പിച്ചു കളയും. അപ്പൊ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, കാരണം ഏകപക്ഷീയമായ ഈ കാര്യങ്ങൾ ഒക്കെ മുറിഞ്ഞു പോകുന്നു. അതെ, ഞാനിപ്പോ കേട്ടില്ലല്ലോ. അപ്പൊ അത് ഈ ഫോണും ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ ഈ വൈകുന്നേരത്തെ ഓട്സ് കുടിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി വിട്ടിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ ഉള്ളിൽ നിറഞ്ഞ അറിവ് ഉള്ളിലേക്ക് പകരുവാൻ ഉള്ള ഒരു ഭാഷ, ഈ ഭാഷയുടെ രഥത്തിലാണല്ലോ ഈ പ്രഭാഷകരും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സും എല്ലാം പോകുന്നത്. പക്ഷെ അതിൽ ഈ ഗംഭീരമായ ഹോംവർക്ക് ചെയ്തിട്ട് ഏത് പ്രഭാഷണത്തിനും പോകാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു പാഠം കൂടെയാണ്. അപ്പൊ തിരുവള്ളൂർ പക്ഷെ ഈ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇതെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ അന്ന് പബ്ലിക് സ്പീക്കിങ്ങോ ഇലക്ഷൻ വോട്ട് പിടിക്കലോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പോ ഈ പഞ്ചായത്ത് ഇലക്ഷനിലും ഒക്കെ നടക്കുന്ന, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾക്ക് ഈ ക്ലാസ് ഒന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ പഞ്ചായത്തിലെങ്കിലും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ വാഗ്ദേവതയും ജ്ഞാനദേവതയും കൂടെ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഈ വലിയ അത്ഭുതം ഉണ്ടാകുകയും പണ്ഡിതരുടെ ഇടയിൽ മഹാജ്ഞാനിയായിട്ട് മാറുകയും ഒക്കെ ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെ പൊതുജീവിതത്തിലുള്ളവരാണെങ്കിൽ പോലും അതേപോലെ രാജസദസ് പോലെയാണല്ലോ നമ്മുടെ പഞ്ചായത്ത് ബോർഡായാലും പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും ഒക്കെ. അവിടെ ഈ ചോദ്യോത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും അവിടെയൊക്കെ ഒച്ചയിടലും ഈ ഓറൽ ഡയറിയൊക്കെ കൊണ്ട് ആളുകൾ കാര്യം നടത്തുന്നതും കാണാറുണ്ട്. പണ്ടത്തെ കാലത്തെ ഒരു ക്വാളിറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനെ പറ്റി അടിസ്ഥാനമാക്കിയിട്ട് നേരത്തെ സാറ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ ഈ PhDയും അതേപോലെ തന്നെ നമ്മുടെ UGC ഒക്കെ എടുത്തുകൊണ്ട് വരുന്നവരുടെ ക്ലാസ്സിനേക്കാൾ ഗംഭീരമായിട്ട് അണ്ടർ ഗ്രാജുവേഷൻ ലെവലിലുള്ള ഒരു ക്ലാസ് എടുക്കുന്നതും കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ ഭാഷയുടെ ഒരു ഗംഭീരമായ ഒരു പവർ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം ഉള്ളിൽ കിടന്ന് എത്ര തിളച്ചാലും പുറത്തേക്ക് വരണമെങ്കിൽ ഇത് ഒരു ഭാഷയുടെ അതിന് ജ്ഞാനശേഖരണം മാത്രം പോരാ, ഭാഷയിലുള്ള ഒരു വ്യുൽപ്പത്തിയും കൂടെ കിട്ടണം എന്ന് ഇരിക്കും. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ ഞാൻ ഭീരുവായ ഈ മൂർച്ചയുള്ള വാളുമായിട്ട് നിൽക്കുന്ന ഒരാളാണ് സാർ.
അത് നിങ്ങളോടൊന്നും സംസാരിക്കാത്ത അതുകൊണ്ടാ, നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് ഇപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ കേട്ട് പഠിക്കുകയായിരുന്നു ഞാനും. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഒക്കെയുള്ള ഈ മൂർച്ചയുള്ള വാളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അടരാടാൻ ഇറങ്ങുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ക്ലാസ് എനിക്ക് വളരെ കേട്ടപ്പോ അങ്ങനെ തോന്നണില്ല. സാറിന്റെ സംസാരം കേട്ടപ്പോ മൂർച്ചയുള്ള വാളെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ സാർ, അതെ അതെ അതെ, അത് പറയാൻ വേണ്ടിയാ സാറേ. അതല്ല ഞാന് സാബു സാറ് പറഞ്ഞാണ് അതിന്റെ സീക്രട്ട്. ഞാൻ എന്റെ വീട്ടില് ഭാര്യയുടെ സമീപത്തിരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കാതെ കസേരയിൽ ഇരിക്കണമായിരുന്നു. ഡൈനിങ് ടേബിളിന്റെ കസേരയിലാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടോളൂ. വീട്ടിലിരിക്കാന്ന് പറഞ്ഞാല് ഓമന മാഡം, ഞാൻ വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീട്ടിൽ നിലത്ത് ചമ്രം പടഞ്ഞിരിക്കുന്നു എന്നല്ല. ഡൈനിങ് ടേബിളിലാണെന്ന് പറഞ്ഞാൽ വേർ വി ആർ, ബെഡ്റൂമിലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റൂമിലെന്നല്ല. അപ്പൊ അങ്ങനെ ഈ ഭാഷയ്ക്ക് ഗംഭീരമായ തലങ്ങളുണ്ട്. അതറിയില്ലേ സാറേ? പിന്നെ കുട്ടികളോട് വാളും കോടാലി കണ്ടോ? വാളും പരിചയവും ഒക്കെ ഉണ്ട്. സാർ വാള് മാത്രമല്ല പല ആയുധങ്ങളും ഉപയോഗിക്കാൻ കഴിവുള്ള ആളാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇവിടെ വന്ന് ഒരു ക്ലാസ് എടുക്കുമായിരുന്നെങ്കിൽ, ഇവിടെ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും വെട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് ക്ലാസ് എടുക്കില്ല. പിന്നെ ഡൈനിങ് ടേബിളിൽ നിന്ന് പുറത്തു വന്നു കേട്ടോ ഓമന. അല്ല സാറേ, എന്താണെന്നറിയാമോ, അത് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്ക് ഇത് പെട്ടെന്നൊരു കുസൃതി വരും. കാരണം നാളെ സ്കൂളില്ല എന്ന് പറയുമ്പോ ഉടനെ പിള്ളേര് സ്കൂളില്ലേ, സ്കൂളോടെ പോയി, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് എൻജോയ് ചെയ്തു സാർ കേട്ടോ. 73 അധ്യായമില്ലേ ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് സാറേ ഒരു നോവല് വായിക്കുന്ന പോലെ അങ്ങ് ഇരിക്കുക. ഞങ്ങളങ്ങനെ വായിച്ചെങ്കിൽ സാബു സാർ ഓടിച്ചെന്നിരുന്നു. ആദ്യം ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തായിരുന്നു, ഇത്ര മാത്രം എലാബറേറ്റ് ചെയ്ത് പോകരുത് എന്നൊക്കെ. ഞാൻ പല പ്രാവശ്യം ചെയ്ത് നോക്കി, മോഹൻദാസ് സാർ ഒത്തിരി വടിയൊക്കെ എടുത്ത് നോക്കി, ഒരു രക്ഷയും. പിന്നെ നമ്മൾ വിട്ടു, ഇഷ്ടംപോലെ ചെയ്തോളാം. സമയം അതിക്രമിച്ചു, 9:10. അത് ഇതിന് നമുക്ക് പ്രത്യേക സ്പെഷ്യൽ പെർമിഷനാ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. മണികണ്ഠൻ സാർ, താങ്ക് യു. ശരി, ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.